അത് ശരി, എപ്പോ? സത്യമാണോ ഈ പറയുന്നേ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഏതായാലും അത് നന്നായി. നീ എപ്പോഴാ ഇങ്ങോട്ട് ഇറങ്ങുന്നേ? ആണോ? എന്നാ വാ. അറിയാലോ, എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കാത്തിരിക്കാൻ ഞാൻ. പെട്ടെന്ന് വാ കേട്ടോ. ഓക്കെ, എന്നാ നീ വെച്ചോ. ബൈ. ആരായിരിക്കും? ഒരുപാട് ആലോചിക്കൊന്നും വേണ്ട. അവള് വരുന്നോണ്ട് എല്ലാം കലങ്ങി തെളിയാൻ പോവാന്നാ എന്റെ മനസ്സ് പറയുന്നേ. ഇപ്പൊ ആളെ മനസ്സിലായി. അവളെത്തിയോ? എപ്പോ? ഇന്നലെ ഈവനിങ്ങാ അവളെത്തിയേ. ഇങ്ങോട്ട് എന്ന് വരും? എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ വിളിച്ചപ്പോഴേക്കും അവളിങ്ങോട്ട് വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. എല്ലാം നല്ലതിനാടോ. നീ പറഞ്ഞ പോലെ തന്നെയാ എനിക്കും തോന്നുന്നേ. എല്ലാം കലങ്ങി തെളിയും, ഉറപ്പാ. ശരി, അവള് വരുമ്പോഴേക്കും എനിക്കിവിടെ കുറച്ച് പണിയൊക്കെ ഉണ്ട്, അതൊതുക്കണം. മോന് ഉണർന്നില്ലല്ലോ? അവൻ നല്ല ഉറക്ക. അവൻ ഇപ്പോഴൊന്നും എണീക്കാൻ പോകുന്നില്ല. എന്നാ ശരി, ഞാൻ ചെല്ലട്ടെ. ഈവനിങ് കാണാം. ബൈ, ലവ് യു. അതെ, കോഫി എടുക്ക. സത്യം പറയാലോ, ഞാൻ തന്നോട് വരാൻ പറഞ്ഞപ്പോ എത്ര പെട്ടെന്ന് എത്തുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അതെനിക്ക് മനസ്സിലായി. ആക്ച്വലി ഞാനും ഏട്ടൻ്റെ നാട്ടിലോട്ട് വരാനിരിക്കുമായിരുന്നു. അപ്പോഴാ നീ വിളിക്കുന്നേ. നിനക്കെന്തോ സീരിയസ് മാറ്റർ സംസാരിക്കാനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഒന്നും നോക്കിയില്ല, കുറച്ച് നേരത്തെ പോന്നു, അത്രേ ഉള്ളൂ. എന്താ, എന്ത് പറ്റി? ശരിയാ, എനിക്ക് പറയാനുള്ളത് സീരിയസ് മാറ്റർ തന്നെയാ. നിനക്കെന്താ എന്നോട് പറയാനുള്ളത്? പറഞ്ഞോ. പറയാം. അതിനു മുന്നേ ഇത് നിധിയല്ലേ? അതെ, നിധിയാ ഇത്. എങ്ങനെ അറിയാം? അതൊക്കെ പറയാം. അവളിപ്പോ തൻ്റെ കൂടെയാണോ? അതെ, എൻ്റെ കൂടെയാ. ഓ, നിങ്ങൾ തമ്മിൽ എന്താ കണക്ഷൻ? നിധി അവളെൻ്റെ സിസ്റ്ററിലാണ്. വാട്ട്? മനസ്സിലായില്ല. എന്ന് വെച്ചാ എൻ്റെ അരുണേട്ടൻ്റെ അനിയത്തി. എന്താടി, എന്തു പറ്റി? നത്തിങ്. അവക്ക് എൻ്റെ അറിവിൽ ബ്രദേഴ്സ് ആരും ഇല്ല. നിനക്കവളെ നല്ല പരിചയമുള്ള പോലെ തോന്നുന്നല്ലോ. ശരിയാ, സ്വന്തം ബ്രദറൊന്നും അല്ല, അരുണേട്ടൻ്റെ അപ്പച്ചിയുടെ മോളാ നിധി. ഇനി നീ പറ, നിങ്ങൾ തമ്മിൽ എങ്ങനെയാ കണക്ഷൻ?
അത് അവളുടെ ചേച്ചി എൻ്റെ ഫ്രണ്ടായിരുന്നു. അങ്ങനെ പരിചയം. ചേച്ചിയോ? അതിനവക്ക് സിബിലിങ്സ് ആരും ഇല്ലല്ലോ. ലക്ഷ്മി അപ്പച്ചിക്കും നിധിയുടെ അച്ഛനും ഒറ്റ മോളാ. അത് അവള് മാത്രമേ ഉള്ളൂ. അല്ല, അവക്കൊരു ചേച്ചിയുണ്ട്, ഋതു. അവളെ അറിയില്ലേ? ഓ, ഋതു. അതവളുടെ ചേച്ചിയൊന്നുമല്ല. ആ പെണ്ണല്ലേ അവളുടെ അവസ്ഥ പോലും നോക്കാതെ അവളെ ഇനി നോക്കാൻ വയ്യാന്നും പറഞ്ഞ് ഞങ്ങളടുത്തോട്ട് പറഞ്ഞു വിട്ടേ. നീ എന്തെങ്ങനെ നോക്കുന്നേ? ഞാൻ സത്യ പറഞ്ഞേ. ആ പെണ്ണ് നിധിയുടെ ആരുമല്ല. എനിക്കൊന്നും മനസ്സിലായില്ല. നീ കാര്യം തെളിച്ച് പറയുമായേ. എനിക്കും ഇതേപ്പറ്റി അങ്ങനെ അറിയൊന്നുമില്ല. നിധി അങ്ങോട്ട് വന്നതിന് ശേഷമാ അങ്ങനെ ഒരാള് ഞങ്ങളുടെ റിലേറ്റീവാണെന്ന് ഞാൻ അറിയുന്ന പോലും. എനിക്കറിയാവുന്നതൊക്കെ ഞാൻ പറയാം. നിധിയുടെ പാരൻസ് ലവ് മാരേജ് ആയിരുന്നു. ഇവിടെ സമ്മതിച്ചിട്ടില്ലായിരുന്നു. മെയിൻ റീസൺ ദേവനങ്കിള് ഓർഫനാ, ആരുമില്ല. അതുകൊണ്ട് ഇവിടെ ഭയങ്കര എതിർപ്പായിരുന്നു. സോ അവരെ ഒളിച്ചോടി കല്യാണം കഴിച്ചു. അപ്പച്ചി അവിടെ നിന്ന് ഇറങ്ങിപ്പോയതോടെ അങ്ങനൊരു മകളില്ലെന്ന് പറഞ്ഞ് അച്ഛൻ ആ ബന്ധം അങ്ങോട്ട് അവസാനിപ്പിച്ചു. അതിനുശേഷം അവരെ പറ്റി അന്വേഷിച്ച് ഇവിടെ നിന്ന് ആരും പോയിട്ടില്ല. അവർക്ക് 4-5 വർഷങ്ങൾക്ക് ശേഷം നിധി ജനിക്കുന്നേ. പക്ഷേ നിധി ജനിച്ചതും അപ്പച്ചി പോയി. അപ്പോഴാ ഇവിടെ ഉള്ളൊരു വിവരങ്ങളൊക്കെ അറിയുന്നേ. ഇവിടെ അരുണേട്ടൻ്റെ അച്ഛനെ വെച്ച് വേറെ ആർക്കും ആ വാർത്ത അറിഞ്ഞതിൽ ഒരു സങ്കടം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അച്ഛൻ മാത്രം അപ്പച്ചിയെ അവസാനമായിട്ടൊന്ന് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പച്ചി പോയതും നിധിയെ നോക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കണം അങ്കിള്. ഒരു 4 വർഷം കഴിഞ്ഞപ്പോൾ ഒരു ആക്സിഡന്റില് അങ്കിളും പോയി. അവർ രണ്ടുപേരും പോയതോടെ നിധി ശരിക്കും ഒരു അനാഥയായി എന്ന് പറയാം. അവൾക്ക് ആകെ ബന്ധമെന്ന് പറയാനുള്ളത് അവളുടെ അമ്മയുടെ ഫാമിലി മാത്രം. പക്ഷേ ഇവിടെ നിന്ന് ആരും അവളെ ഏറ്റെടുത്തില്ല. ജനിച്ചപ്പോൾ അമ്മയെ കൊന്നു വന്ന മകളായതുകൊണ്ട് അവളെ കുടുംബത്തിന് ശാപമെന്നും പറഞ്ഞ് അച്ഛൻ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല. മാത്രമല്ല അവൾക്കും അവളുടെ അച്ഛനെ പോലെ അനാഥയായി ജീവിക്കാനായിരിക്കും വിധിയെന്ന് പറഞ്ഞ് എല്ലാവരും അവളെ താഞ്ഞു. പക്ഷെ ദൈവം അവളെ കൈവിട്ടിട്ടുണ്ടായിരുന്നില്ല. ദേവനങ്കളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ മാധവങ്കൾ അവളെ ഏറ്റെടുത്തു. പക്ഷേ ഒരിക്കലും ഇനി ബന്ധുക്കളെന്ന അവകാശവും പറഞ്ഞ് ഇവിടെ നിന്ന് ആരും ചെല്ലരുതെന്ന് കോർട്ട് വഴി സമ്മതം അറിയിച്ചിട്ടാണ് നിധിയെ അവർ അഡോപ്റ്റ് ചെയ്തത്. സോ അങ്ങനെയാണ് ഋതു അവളുടെ ചേച്ചിയായി അല്ലേ? അതെ. ഇവിടെയുള്ള എല്ലാവരും അവളെ വേണ്ടെന്ന് വെച്ചപ്പോൾ അരുണേട്ടൻ്റെ അച്ഛന് കൂടെ കൂട്ടണമെന്നുണ്ടായിരുന്നു. അച്ഛന് നല്ല ഇഷ്ടമായിരുന്നു ലക്ഷ്മി അപ്പച്ചിയെ. പക്ഷേ അച്ഛനെ എതിർത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ കാര്യങ്ങൾ അറിയാനും ഇടയ്ക്ക് അവളെ കാണാനൊക്കെ വേണ്ടിയിട്ട് മാധവങ്ങളുടെ വീട്ടിലോട്ട് പോവാറുണ്ടായിരുന്നു. പക്ഷേ ഈ ഋതു എന്ന് പറഞ്ഞ പെണ്ണ് അടുപ്പിക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അച്ഛന് നിധിയെ കാണാനോ സംസാരിക്കാനോ ഒന്നിനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അച്ഛൻ അറിയുന്നുണ്ടായിരുന്നു നിധി അവിടെ സന്തോഷത്തിലാ. സ്വന്തം അച്ഛനും അമ്മയും ചേച്ചിയും പോലെ തന്നെയാ അവരെ നോക്കിയിരുന്നേ. ഒരു പക്ഷേ ഇങ്ങോട്ട് കൊണ്ടുവന്നിരുന്നേ ഇത്രയും സന്തോഷം അവൾക്ക് കിട്ടില്ലായിരുന്നു. എങ്കിലും ഇവിടെയുള്ള അമ്മക്കും അരുണേട്ടനും ആ പെണ്ണിന്റെ മാറ്റം ഇതുവരെ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. അത്രയും കാര്യമായിരുന്നു ഋതുവിന് നിധിയെ. എന്താ പറ്റിയെന്ന് ആർക്കൊരു പിടുത്തമില്ല. പെട്ടെന്നൊരു ദിവസം അമ്മക്ക് ഫോൺ വിളിച്ച് പറയായിരുന്നു അവളെ അങ്ങോട്ടേക്ക് അയക്കുക. ഇനി അവളെ നോക്കാൻ ഇവിടെ ആരുമില്ല. അച്ഛനും അമ്മയും മരിച്ചുപോയി. ഇനി യഥാർത്ഥ ബന്ധുക്കളായ നിങ്ങൾ നോക്കിയാൽ മതിയെന്നും അവളുടെ ജീവിതത്തിലോട്ട് തടസ്സമായിട്ട് അവളെ ഇനി ഇവിടെ വേണ്ടെന്നും പറഞ്ഞ അന്ന് അവൾ ഫോൺ കട്ടാക്കിയേ. അവളാ പറഞ്ഞതൊന്നും അമ്മക്ക് പറ്റിയില്ല. നിധിയെ കൊണ്ടുവരാനും താല്പര്യമില്ലായിരുന്നു.
ഇവിടെ ഇനി കൊണ്ടുവന്ന അവർക്കൊക്കെ ഒരു ഭാരാവെന്നും പറഞ്ഞ് അതിന് സമ്മതിച്ചില്ല. അവളെ വീണ്ടും വിളിച്ചപ്പോ അരുണേട്ടനാ കോളെടുത്ത്. അവള് പറഞ്ഞതൊക്കെ കേട്ടപ്പോ അരുണേട്ടന് ഇനി നിധി അവിടെ നിർത്തുന്നത് ശരിയായിട്ട് തോന്നിയില്ല. ആ പെണ്ണിന് നിധിയോട്ട് ഇഷ്ടമല്ലാത്ത പോലെയാ സംസാരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവളെ കയറ്റി വിട്ടോളാൻ പറഞ്ഞു. അതിന്റെ മുഷിച്ചില് അരുണേട്ടനോട് അമ്മക്കുണ്ടായിരുന്നു. അച്ഛൻ്റെ അതേ സ്വഭാവ ഏട്ടനും. അവളെ ഒരുപാട് ഇഷ്ടാ. എന്ത് പറ്റി? എന്താ ആലോചിക്കുന്നേ? അത് നിധി അവിടെ എത്തിയതിൽ പിന്നെ റിതു ഒരിക്കലും കോണ്ടാക്ട് ചെയ്തിട്ടില്ലേ? നോ. അവൾ അവസാനമായിട്ട് ഒരു മെസ്സേജ് ഇട്ടു. നിധി അവിടെ നിന്ന് പോന്നെന്നും അവളുടെ ഒരു ഫോട്ടോ, അതുപോലെ ഫ്ലൈറ്റ് നമ്പർ, അവൾ എത്തുന്ന സമയവും ആ സമയം നോക്കി അങ്ങോട്ട് പോകാനും പറഞ്ഞു. ഇനി ഒരിക്കലും കോണ്ടാക്റ്റും ചെയ്യരുത്, അവൾ അവിടെ എത്തിയ വിവരം പോലും അവളോട് വിളിച്ച് പറയണ്ടെന്നും പറഞ്ഞു. നിനക്ക് കേൾക്കണോ? അങ്ങനെ പറഞ്ഞ് അവളങ്ങ് പോയതാ. ഞങ്ങള് ഒരുപാട് കാത്തിരുന്നിട്ടും നിധി അന്ന് വന്നില്ല. പേടിച്ചു പോയി. തിരിച്ചവളെ കോണ്ടാക്ട് ചെയ്തിട്ട് ആ നമ്പർ പോലും നിലവിലില്ലാന്നാ പറഞ്ഞ്. നാട്ടിലെ റിലേറ്റീവ്സിനോട് ഋതുവിനെ കോണ്ടാക്ട് ചെയ്യാൻ വല്ല വഴിയുണ്ടോ നോക്കി. അവളുടെ അഡ്രസ്സ് പോലും അറിയില്ലല്ലോ. ഞങ്ങൾ ആകെ ടെൻഷനായി. ഞങ്ങളിവിടെ ഫ്ലൈറ്റിലേക്ക് അന്വേഷിച്ചു. അങ്ങനെ ഒരാള് അന്ന് കേറിയിട്ടില്ല. അതും കൂടി കേട്ടപ്പോ ഞങ്ങളാകെ ടെൻഷനായി. എന്ത് ചെയ്യാനാ, ഒരു പിടുത്തം ഉണ്ടായിരുന്നില്ല. പിന്നെ 3 ആഴ്ച കഴിഞ്ഞതിന് ശേഷം നീതി ഇങ്ങോട്ട് വന്നേ. അവള് ആ 3 ആഴ്ച എവിടെയായിരുന്നു ചോദിച്ചില്ലേ? ചോദിച്ചു. അവക്കന്ന് ഫ്ലൈറ്റ് മിസ്സായതാ. നേരെ ഏതോ ഫ്രണ്ടിന്റെ വീട്ടിലോട്ട് പോയി. തിരിച്ച് ഋതുവിന്റെ അടുത്ത് പോവാൻ അവക്ക് തോന്നിയില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ അവക്ക് നമ്പർ കൊടുത്തിട്ടില്ലായിരുന്നു. ഞങ്ങൾ അവിടുത്തെ ഒരു അഡ്രസ്സ് മാത്രമേ അവളുടെ കയ്യിലുള്ളായിരുന്നു. പിന്നെ അങ്ങോട്ടേക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഫണ്ട് ഒപ്പിക്കാൻ കുറച്ച് സമയം പിടിച്ചു. അതാ ലേറ്റ് ആയതെന്നും പറഞ്ഞു. അവളുടെ കൂടെ അവളുടെ ആ ഫ്രണ്ടും ഉണ്ടായിരുന്നു. മായ, അന്ന് അവളുടെ കൂടെ വന്നിരുന്ന ആ ഫ്രണ്ടിനെ തനിക്കറിയാവോ? ഇല്ലടാ, അന്നൊരു തവണ മാത്രമേ കണ്ടിട്ടുള്ളൂ, പിന്നെ കണ്ടിട്ടില്ല. പിന്നെ അവനെ പറ്റി ചോദിച്ചറിയാനുള്ള മാനസികാവസ്ഥയിലല്ലായിരുന്നു ഞങ്ങള്. കാരണം നിധി അന്ന് വന്നപ്പോ തന്നെ നല്ല ടയർഡായിരുന്നു. അവള് പ്രഗ്നന്റ് ആയതുകൊണ്ട് അതിന്റെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവളെ കൊണ്ട് ഹോസ്പിറ്റലിലോട്ടാ ഞങ്ങൾ നേരെ പോയി. അതിൻ്റെ ഇടയില് അവനവിടെ ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. തിരിച്ച് നാട്ടിലോട്ട് പോയിട്ടുണ്ടാവുന്ന ഞങ്ങൾ കരുതി. മായേ, ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നേ? നിധി പ്രഗ്നന്റ് ആയിരുന്നു എന്നല്ലേ നീ ഇപ്പൊ പറഞ്ഞേ? അത് ആരാ ആ കുഞ്ഞിന്റെ അച്ഛനെന്ന് അവള് പറഞ്ഞായിരുന്നു? ആ, പറഞ്ഞായിരുന്നു. ആരാണെന്ന് വ്യക്തമായിട്ട് അറിയില്ല, പക്ഷേ അവളെ സ്നേഹിച്ചിരുന്ന ആളാന്ന് പറഞ്ഞു. പേര് ഊരൊന്നും ചോദിച്ചില്ല, അവളുടെ പറഞ്ഞതുമില്ല. അവളുടെ അപ്പോഴത്തെ മാനസികാവസ്ഥ അതായിരുന്നു. അത്രയും മോശമായിരുന്നു. അതുകൊണ്ട് ഓരോന്ന് ചോദിച്ച് ബുദ്ധിമുട്ടിക്കാൻ ഞങ്ങൾക്ക് തോന്നിയില്ല. ഈശ്വര, എന്തൊക്കെയായി നടന്നിരിക്കുന്നേ? അവളെ സ്നേഹിച്ചത് ആദിയല്ലേ? അപ്പോ ആ കുഞ്ഞിന്റെ അച്ഛൻ ആദിയാണോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഞാൻ അറിയാത്ത എന്തൊക്കെയോ നടന്നിട്ടുണ്ട്. എന്താ നിന്റെ സംശയങ്ങളൊക്കെ തീർന്നോ? ഇല്ല, ഒരു കാര്യം കൂടി. അവളിവിടുന്ന് പോരുവാണെന്ന് പറഞ്ഞപ്പോ തന്നെ നിങ്ങൾക്കറിയാമായിരുന്നോ അവള് പ്രഗ്നന്റ് ആണെന്ന്? അതെ, അറിയായിരുന്നു. അന്ന് അരുണേട്ടനെ ഋതു വിളിച്ചപ്പോ പറഞ്ഞായിരുന്നു നിധി പ്രഗ്നന്റ് ആണെന്ന്. ഋതു അറിഞ്ഞെങ്കിൽ എന്തുകൊണ്ടാ ഞങ്ങളോടത് മറച്ചു വെച്ച്? ആദിക്കും ഇതറിയായിരുന്നു. എനിക്കറിയാം നിനക്ക് നിധിയുടെ കാര്യത്തില് എന്നോട് ചോദിക്കാനുള്ളതൊക്കെ കഴിഞ്ഞെന്ന്. ഇനി നിനക്ക് എന്നോട് പറയാനുള്ളതെന്താ? പറ. പറയാൻ ഒരുപാടുണ്ട് അവളെ പറ്റി. പക്ഷേ അതിനു മുന്നേ ഞാനൊന്ന് ചോദിക്കട്ടെ. നിധി ഒരിക്കൽ പോലും അവളുടെ പാസ്റ്റ് തന്നോട് പറഞ്ഞിട്ടില്ലേ? ഇല്ലെന്നേ. പക്ഷേ ഞാൻ എന്തെങ്കിലും ചോദിച്ചാ അവൾ അവിടെ ഇവിടെ തൊടാതെ ഇങ്ങനെ പറയും.
ഞാൻ ഇത്ര പാവമായി ജനിക്കേണ്ടായിരുന്നു. കുറച്ചുകൂടിയും ബോൾഡ് ആവണമായിരുന്നു. ആർക്കു വേണ്ടിയും സ്നേഹം വിട്ടുകൊടുക്കാൻ പാടില്ല. അങ്ങനെ എന്തൊക്കെയോ. എനിക്കതെന്ന് മനസ്സിലായത് അവളെ സ്നേഹിച്ച ആളെ അവൾ അത്രയും ആത്മാർത്ഥമായിട്ട് തന്നെ സ്നേഹിച്ചേ. പക്ഷേ ആർക്കൊക്കെയോ വേണ്ടി അവൾ അത് സാക്രിഫൈസ് ചെയ്തു. എന്തെന്നാലും അവളുടെ മനസ്സിൽ ഇന്നും അയാൾ തന്നെയാ. അതവളുടെ ഓരോ നോട്ടത്തിലും സംസാരത്തിലും ഒക്കെ മനസ്സിലാക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. ശരിയാ, നിധി അവളവനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ടാവും, എനിക്കറിയാം. പക്ഷേ തൻ്റെ പ്രാണനെ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി വിട്ടുകൊടുത്തതാ അവളുടെ തെറ്റ്. നമ്മൾ പറയും വിട്ടുകൊടുക്കലും പ്രണയമാണെന്ന്. അല്ല, ചില സമയത്ത് നമ്മളെ വിട്ടുകൊടുക്കുന്ന സ്നേഹം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് പറിച്ചെടുക്കുന്നതാ. അതുകൊണ്ട് ഉണ്ടാവുന്ന ഭവിഷ്യത്തുകൾ ആരും ഓർക്കാറില്ല. അത് തന്നെയാ നിധിക്കും ഇവിടെ സംഭവിച്ചത്. എനിക്ക് ഒന്നും മനസ്സിലായില്ല. ആക്ച്വലി എന്താ നിധിയുടെ ലൈഫിൽ സംഭവിച്ചേ? നിധി അവളുടെ പേര് പോലെ തന്നെയാ ഒരു പെട്ടിയിലിട്ട അവളെ വളർത്തിയേ ഈ ഋതു. അവളുടെ ചേച്ചി എന്ന് പറയുന്നവൾ. അവക്കാരോടും മിണ്ടാനോ അവളോട് ആരോടും മിണ്ടാനോ അവളെ കാണാനോ നോക്കാനോ അടുത്തിടപഴകാനോ അവൾക്ക് അവകാശം ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിലൊന്നും നിധിക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല. എല്ലാം ചേച്ചിയുടെ സ്നേഹം മാത്രമായിട്ടേ അവൾക്ക് തോന്നിയുള്ളൂ. നിനക്കറിയോ, നിധിയുടെ മുഖം പോലും വേറൊരാൾ കാണുന്നേ ഋതുവിന് ഇഷ്ടമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ചെറുപ്പം തൊട്ടേ വീടിന് വെളിയിൽ ഇറങ്ങുമ്പോൾ മാസ്ക് ഇടിച്ച ആ പാമ്പെണ്ണിനെ അവൾ നടത്തിയിരുന്നേ. സ്കൂളിലോട്ടും കോളേജിലോട്ടും ഒക്കെ അങ്ങനെയായിരുന്നു. എൻ്റെ ഫ്രണ്ടായിരുന്നു ഈ ഋതു. അവളുടെ വീട്ടിലൊരു ദിവസം പോയപ്പോഴാ നിധിയെ ഞങ്ങൾ കാണുന്നേ. അപ്പോഴാ അവൾക്കിങ്ങനെ ഒരു അനിയത്തിയുള്ളത് പോലും ഞങ്ങൾ അറിയുന്നേ. ആദ്യമൊക്കെ അവളുടെ ഈ സ്നേഹം ഞങ്ങൾക്കും ഒരുപാട് ഇഷ്ടമായിരുന്നു. പിന്നെ പോകെ പോകെ അവളുടേത് സ്നേഹമല്ല, ഒരു തരം ഒബ്സഷൻ, ഒരു ടോക്സിക് ഫീലാണ് തന്നിരുന്നത്. പിന്നെ നിധിക്കതിൽ പ്രശ്നമില്ലെങ്കിൽ ഞങ്ങൾ ഇടപെടേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ആദ്യം അതത്ര മൈൻഡ് ചെയ്തിരുന്നില്ല. പിന്നീട് എപ്പോഴോ ഋതു നിധിയെ ഞങ്ങളുടെ കോളേജിലോട്ട് ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ചു. അങ്ങനെയുള്ളപ്പോഴാ ഋതുവിൻ്റെ മാത്രം പെട്ടിക്കുള്ളിൽ അകപ്പെട്ട നിധി ഒരു പാട്ടിലൂടെ ഞങ്ങളുടെ ആദ്യം അറിയുന്നേ. തിരിച്ചൊരു പാട്ടിലൂടെ ആദി നിധിയെയും.
ഋതു പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ നിധി തന്നെയാ ആദിയോട് അവളെ കല്യാണം കഴിക്കാൻ പറഞ്ഞ്. അതുകൂടി കേട്ടപ്പോൾ ആദിക്ക് ദേഷ്യവും സങ്കടവും എല്ലാം കൂടി. അവസാനം നിധിയോടുള്ള വാശിന്റെ പുറത്താ ഋതുവിനെ അവൻ കല്യാണം കഴിച്ച്. പക്ഷെ കല്യാണം കഴിഞ്ഞ് ഋതുവിന്റെ കൂടെ നിധിയെയും കൂട്ടിയാ അവൻ പോയേ. ആ ഒരൊറ്റ റീസൺ കൊണ്ടാ ഇഷ്ടമല്ലാഞ്ഞിട്ട് കൂടി അവൻ കല്യാണം കഴിച്ച്. മാത്രമല്ല നിധിയോടുള്ള ദേഷ്യവും വാശിയും എല്ലാം എനിക്കെല്ലാം മനസ്സിലായിരുന്നു. പക്ഷേ അവനോട് സത്യങ്ങളൊന്നും പറയാൻ എന്നെ നിധി സമ്മതിച്ചിരുന്നില്ല. എന്തുകൊണ്ടാ നിധി ആ കുഞ്ഞാദിയുടേതെല്ലാം അറിഞ്ഞിട്ടും അങ്ങനെ ചെയ്തേ? ഫസ്റ്റ് റീസൺ അവളുടെ ചേച്ചിയോടുള്ള സ്നേഹം. ഋതുവിന്റെ ബർത്ത്ഡേൻ്റെ അന്ന് സംഭവിച്ചൊന്നും അവക്കറിയില്ലല്ലോ. ആ കുഞ്ഞ് രാഹുലിൻ്റെതാണെന്ന് പറഞ്ഞ അവൾ അംഗീകരിക്കില്ല. അവള് എന്തെങ്കിലും ചെയ്തു പോകുന്നുള്ള പേടി. മാത്രമല്ല രാഹുലും ഈ സത്യങ്ങളൊന്നും ആദ്യം അറിയണ്ടെന്ന് പറഞ്ഞു. കുഞ്ഞിൻ്റെ അച്ഛൻ അവനാണെന്നറിഞ്ഞ ഋതു ആ കുഞ്ഞിനെ അബോർട്ട് ചെയ്യുമെന്ന് അവന് പേടി. സോ അവൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ അവൻ സെൽഫിഷായി. ഇവിടെ നിധിയോ ആദ്യോടുള്ള സ്നേഹം വീണ്ടും ഋതുവിനും അവളുടെ കുഞ്ഞിനും വേണ്ടി സാക്രിഫൈസ് ചെയ്തു. സത്യത്തില് നിധി ചെയ്തത് തെറ്റാ. അവളുടെ ചേച്ചിക്ക് വേണ്ടി അവളെ വിട്ടുകൊടുത്ത അവളുടെ സ്നേഹം അത് ആദ്യെ ചതിച്ചതിന് തുല്യ. ശരിയാ, നമുക്കങ്ങനെയൊക്കെ തോന്നും മായ. പക്ഷേ നിധിയെ സംബന്ധിച്ച് അവളുടെ ചുറ്റുള്ള ആരും അവള് കാരണം സങ്കടപ്പെടുന്നതോ കരയുന്നതോ വിഷമിക്കുന്നോ ഒന്നും അവൾക്ക് സഹിക്കില്ല. അതുകൊണ്ടാ അവൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അപ്പോ അവളുടെ ഈ തീരുമാനം കൊണ്ട് ആദ്യം വേദനിച്ചിട്ടുണ്ടാവില്ലേ? അവൻ കരഞ്ഞിട്ടുണ്ടാവില്ലേ? സത്യങ്ങളൊക്കെ അറിഞ്ഞ അവൻ അതിലേറെ വേദനിക്കില്ലേ? അതൊന്നും അവൾ കണ്ടില്ല അല്ലേ? എനിക്ക് എന്തിനായാലും ഈ കാര്യത്തില് നിധിയെ ന്യായീകരിക്കാൻ കഴിയുന്നില്ല. നിധി അവളൊരു പാവ, നമ്മളെപ്പോലെ ഒന്നുമല്ല. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഋതു അവളെ കൂട്ടിലിട്ട വളർത്തിയേ. നിധിയെ സംബന്ധിച്ച് ഋതു ആയിരുന്നു വലുത്. അവളുടെ സ്നേഹം, അവളുടെ സന്തോഷം, അതിനു വേണ്ടിയാ അവൾ അങ്ങനെയൊക്കെ. നമ്മളെപ്പോലെ ചിന്തിക്കാനോ സെൽഫിഷ് ആവാനോ അവളെ കൊണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അതായിരുന്നു സത്യം. എന്നിട്ടിപ്പോ എന്തായി? അവളുടെ പൊന്നാര ചേച്ചി തന്നെ അവളെ കളഞ്ഞില്ലേ? ഞങ്ങളുടെ അടുത്തേക്ക് ഒരു മനസാക്ഷിക്കുത്തും ഇല്ലാതെ പറഞ്ഞുട്ടോ. അവൾ എത്തിയോ എന്താ? ഇന്ന് വരെ അവളെപ്പറ്റി ഒരു വാക്ക് പോലും അന്വേഷിച്ച് അവൾ വന്നിട്ടില്ല. ഇപ്പോഴെങ്കിലും അവൾക്ക് ഋതുവിനെ മനസ്സിലായി കാണും അല്ലേ? ഞാൻ പറഞ്ഞായിരുന്നല്ലോ അവളുടെ പാസ്റ്റ് ഒന്നും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. ആൻ പറഞ്ഞ പോലെ അവൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ആദ്യ ഋതു ഇപ്പോഴൊരുമിച്ചാണോ? ഋതുവിന്റെ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് ആദ്യം അറിഞ്ഞു. എന്താന്നും മിണ്ടാത്തെ? അത് ആദ്യ ഋതുവും അവരുടെ കാര്യം ഞാൻ പറയാം. പിന്നെ ആദ്യ സത്യങ്ങളൊക്കെ അറിഞ്ഞെന്ന് ചോദിച്ചാൽ അറിഞ്ഞിരുന്നു. ഋതു നിധിയെ നിങ്ങളുടെ അടുത്തേക്ക് വിട്ടില്ലേ? അതിനുശേഷം ആദ്യ ഋതുവുമായി ഒരുമിച്ച് അങ്ങനെ താമസിക്കാറില്ല. നൈറ്റ് ഷിഫ്റ്റ് എന്നും പറഞ്ഞ് എന്നും ആദ്യം പോവുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഋതുവിൻ്റെ അവസ്ഥയിൽ ഒറ്റക്കിടാൻ പറ്റാത്തതുകൊണ്ട് എന്നെയും പൂജയായിരുന്നു അവിടെ നിർത്തിയിരുന്നേ. ഞാൻ ഇടയ്ക്ക് അവളോട് നിധി പോയതിനു ശേഷം ഒരു വിവരമില്ലാത്തതുകൊണ്ട് അന്വേഷിക്കുമായിരുന്നു. എന്തോ ചോദിക്കുമ്പോഴേക്ക്
ഒഴിഞ്ഞു മാറുന്ന പോലെ ഫീലായി. എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. അപ്പോൾ പിന്നെ എനിക്ക് ആദ്യോടെല്ലാം പറയണമെന്ന് തോന്നി. ഞാൻ സത്യങ്ങളൊക്കെ അന്ന് അവനോട് പറഞ്ഞു. എന്നിട്ട് ആദ്യം എന്താ പറഞ്ഞേ? എന്ത് പറയാനാ, അവൻ അകത്തകർന്നെന്ന് പറഞ്ഞാൽ മതി. നിധിയെ ഒരുപാട് അന്വേഷിച്ചു. നിങ്ങളുടെ അടുത്ത് UK വരെ അവൻ വന്നു. പക്ഷേ അവിടെ നിന്നും അവളെ കാണാൻ കിട്ടിയില്ല. അവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഞാൻ അന്നത് പറയേണ്ടിയിരുന്നില്ല എന്ന് പോലും എനിക്ക് പിന്നീട് തോന്നി. ഈശ്വര, എന്നിട്ട് പിന്നെ എന്താ സംഭവിച്ചേ? ഇപ്പോൾ ഋതു ആദ്യം എവിടെ? എന്ത് സംഭവിക്കാനാ? ഋതു ആദ്യമെല്ലാം അറിഞ്ഞെന്ന് അവൾക്ക് മനസ്സിലായി. അതുപോലെ തന്നെ അവളുടെ കുഞ്ഞിൻ്റെ അച്ഛൻ ആദ്യമല്ലെന്ന സത്യവും അവൾ അറിഞ്ഞു. അവൾ അതൊരിക്കലും അംഗീകരിച്ചില്ല. അതുറപ്പാണല്ലോ. രാഹുലിൻ്റേതാണെന്ന് കൂടി കേട്ടപ്പോൾ അവളുടെ സമനില തെറ്റിയെന്ന് പറഞ്ഞാൽ മതി. ആദ്യമാണെങ്കിൽ ഋതുവുമായുള്ള സകല ബന്ധം അവസാനിപ്പിച്ച് നിധിക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് അന്വേഷിച്ചു. ഒരു വിവരം കിട്ടിയില്ല. അവൻ കാത്തിരുന്നു. അവൻ്റെ നിധിക്ക് വേണ്ടി അവൾ എന്നെങ്കിലും തിരികെ വരുമെന്ന് അവൻ പ്രതീക്ഷിച്ചു. അവൾ വന്നില്ല. ഇതിൻ്റെ ഇടയിൽ ഋതു വന്നു കരഞ്ഞ് കാല് പിടിച്ചു. അവളുടെ തെറ്റൊക്കെ മനസ്സിലായെന്ന് പറഞ്ഞു. സോറി, എനിക്ക് ഇങ്ങനെ തെറ്റ് പറ്റിപ്പോയി. നീ എന്ന് വെച്ചപ്പോ എനിക്ക് ഭ്രാന്തായി പോയി. സോറി. ഞാൻ എൻ്റെ നിധിയെ നിന്നെ ഒരുപാട് വിഷമിപ്പിച്ചു. എനിക്കറിയില്ല ഞാൻ എന്താ ഇങ്ങനെ ആയിപ്പോയെന്ന്. സോറി. എനിക്കിപ്പോ ആരുമില്ല. ഉണ്ടായിരുന്ന എൻ്റെ നിധിയെ കൂടി ഞാനിവിടുന്ന് പറഞ്ഞു വിട്ടില്ലേ. സോറി. ഇപ്പോഴെല്ലാം നിനക്ക് തിരിച്ചറിവുണ്ടായല്ലോ. പക്ഷെ ഇങ്ങനെ സോറി പറഞ്ഞെന്ന് കരുതി തീർക്കാവുന്ന പ്രശ്നമല്ല നീ ഇവിടെ ഉണ്ടാക്കിയത്. എത്രയും പെട്ടെന്ന് നിധി ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാൻ നോക്ക്. ഞാൻ അതിനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവിടുത്തെ ആന്റിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അവരുടെ നമ്പറൊക്കെ മാറ്റിയെന്ന് തോന്നുന്നു. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അതൊന്നും ഇനി കിട്ടില്ല. അന്വേഷിച്ചപ്പോ അവരൊക്കെ അവിടുന്ന് താമസം മാറിയെന്നാ അറിയാൻ പറ്റിയേ. എന്ത് തന്നെയാലും എങ്ങനെയും നിധി ഇവിടെ എത്തിച്ചേ പറ്റൂ. ആദ്യം കണ്ടില്ല നീ, അവനാകെ തകർന്നിരിക്കുക. ഇതിനൊക്കെ കാരണം നീയാ. അതുകൊണ്ട് നീ തന്നെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം. ഞാൻ എന്ത് ചെയ്യാനാ? എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ഈ അവസ്ഥയിൽ എന്നെ കൊണ്ട് ഇത്രയും പറ്റുന്നുള്ളൂ. നിന്റെ ഈ അവസ്ഥയിൽ പറയാൻ പാടില്ലെന്ന് എനിക്കറിയാം. പക്ഷെ പറഞ്ഞേ പറ്റൂ. ഇങ്ങനെയൊക്കെ വരുത്തി തീർത്തത് നീ തന്നെയാ. അതുകൊണ്ട് ഇതൊന്നും നിനക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. വേണ്ട, അവള് പറഞ്ഞത് ശരിയല്ലേ. ഈ അവസ്ഥയിൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ അവൾ ചെയ്യുന്നുണ്ട്. അത് മതി. ഇനി നിങ്ങളാരും നിധി അന്വേഷിക്കണ്ട. ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. നീ ഒരു കാര്യം ചെയ്യ, രാഹുലിനെ വിളിക്ക്. ഋതുവിൻ്റെ കാര്യങ്ങളൊക്കെ ഇനി അവൻ നോക്കട്ടെ. അങ്ങനെ ആദ്യം പറഞ്ഞ പോലെ ഞങ്ങൾ രാഹുലിനെ കോണ്ടാക്ട് ചെയ്തു. പക്ഷെ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് അന്വേഷിച്ചു. എത്രയായിട്ടും എവിടെ പോയതാന്ന് ആർക്കും ഒരു പിടുത്തവുമില്ല. രാഹുലിനെ കിട്ടാതായപ്പോൾ ഋതു വീണ്ടും ആദ്യയുടെ തലയിലായെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആരും ഇല്ലാതായെന്നൊരു തോന്നൽ വന്നപ്പോൾ അവൾ സൂയിസൈഡിന് ശ്രമിച്ചു. അത് കണ്ട് അവളുടെ ഡെലിവറി കഴിയുന്നവരെ അവളുടെ കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ നോക്കാൻ തീരുമാനിച്ചു. എനിക്കതിനോട് വിയോജിപ്പായിരുന്നു. എന്ത് തന്നെ പറഞ്ഞാലും മാനസികമായിട്ട് ഋതുവിനോട് ക്ഷമിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. ഞാനും പൂജയെ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ടും ആദ്യം സമ്മതിച്ചില്ല. അവരെപ്പോഴും ഒരുമിച്ചാണോ? നോ, ഡെലിവറി വരെ നോക്കാന്നാണ് അവൻ്റെ മനസ്സിലുണ്ടായിരുന്നേ. അതിൻ്റെ ഇടയിൽ രാഹുലിനെയും നിധിയെയും എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് എല്ലാവരും പഴയ പോലെ സന്തോഷത്തോടെ അതൊക്കെയായിരുന്നു. നിധിയെ കിട്ടിയിട്ടില്ലെന്ന് മനസ്സിലായി. രാഹുലിനെ കിട്ടിയോ? എല്ലാ കാര്യങ്ങളും സോൾവ് ആയോ? രാഹുലിനെയും കിട്ടിയില്ല, നിധിയെയും കിട്ടിയില്ല. അവൻ കാത്തിരുന്ന് അവന് വയ്യാണ്ടായി. ഡിപ്രഷൻ, സ്ട്രെസ്,
എല്ലാം കൂടി അവന് മാനസികമായിട്ട് വല്ലാണ്ട് തകർന്നു പോയി. അവസാനം ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിച്ച് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. നമ്മളെ സ്നേഹിക്കുമ്പോൾ പറയാറില്ലേ, നീ ഇല്ലെങ്കിൽ എനിക്ക് ഭ്രാന്തനാവും എന്നൊക്കെ എന്ന് കണക്കായിരുന്നു ആദ്യയുടെ കണ്ടീഷൻ. ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ അവൻ പഴയ പോലെ ആവുന്നായിരുന്നു ഞങ്ങളുടെ വിശ്വാസം. പക്ഷേ അല്ല, അവൻ്റെ സ്വഭാവത്തിലൊക്കെ വല്ലാത്തൊരു മാറ്റം. ആരോടും സംസാരിക്കാനോ കാണാനോ ഒന്നിനും അവൻ കൂട്ടാക്കിയില്ല. നിധിയെപ്പറ്റി പോലും അവൻ ചോദിക്കാറില്ല. എല്ലാവരെയും മറന്ന കണക്ക്. സത്യം പറഞ്ഞാൽ ഞങ്ങളാകെ പേടിച്ചുപോയി. അതെന്താ ആദിക്ക് അങ്ങനൊരു മാറ്റം? ഞങ്ങൾക്കറിയില്ലായിരുന്നു. പക്ഷേ വൈകാതെ തന്നെ സത്യം പുറത്തുവന്നു. അതിൻ്റെ പിന്നിൽ ഋതുവായിരുന്നു. അവളൊരിക്കലും മാറിയിട്ടില്ലായിരുന്നു. ഒരവസരത്തിന് വേണ്ടിയുള്ള നാടകം, അതായിരുന്നു അന്ന് അവൾ അവിടെ കാഴ്ചവെച്ചത്. അവക്കറിയായിരുന്നു നിധി ഒരിക്കലും ഇനി തിരിച്ചു വരാൻ പോകുന്നില്ല. ആദി എത്രയൊക്കെ വിചാരിച്ചാലും നിധിയെ കണ്ടുകിട്ടാനും പോകുന്നില്ല എന്ന്. അതുകൊണ്ട് തന്നെയാ അവള് അവിടെ തെറ്റൊക്കെ മനസ്സിലായ പോലെ ഞങ്ങളുടെ മുന്നിൽ തകർത്താടിയത്. അവൾ വിചാരിച്ച പോലെ തന്നെ ആദ്യ പിന്നെ അവളെ ഒന്നും പറഞ്ഞില്ല. പക്ഷെ അവള് വിചാരിക്കാത്ത രാഹുലിന്റെ കാര്യം എടുത്തിട്ടപ്പോൾ അവള് ചെറുതായൊന്ന് ഭയന്നു. പിന്നീട് അവൻ്റെ ഒരു വിവരവും കിട്ടില്ലെന്ന് അവൾക്ക് ഉറപ്പായപ്പോൾ അവള് വീണ്ടും ആദ്യയെ അവളിലേക്ക് അടുപ്പിക്കാനുള്ള അവളുടെ ഡ്രാമ തുടങ്ങി. സൂയിസൈഡ്. അതില് ആദ്യ വീണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. പിന്നീട് അങ്ങോട്ട് അവളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ഋതുവിൻ്റെ കൂടെ തന്നെ ആയിരുന്നല്ലോ ആദ്യം. പോകെ പോകെ അവൻ്റെ മനസ്സ് മാറ്റിയെടുക്കാന്നായിരുന്നു അവളുടെ പ്ലാൻ. വിചാരിക്കാതെ കിട്ടിയതാ അവക്ക് ആദിയുടെ ഈ മാനസിക പിരിമുറുക്കം. അതിൽ പിടിച്ച് അവളങ്ങ് കയറി. ഡോക്ടർ കൊടുത്ത ടാബ്ലറ്റ് അവൾ മെല്ലെ മാറ്റി. പകരം മെല്ലെ മെല്ലെ മെമ്മറി ലോസ് ആവുന്ന ഒരു മെഡിസിനാ അവൾ ആദ്യമൊക്കെ കൊടുത്തോണ്ടിരുന്നേ. അതുകൊണ്ടാ അവൻ ഈ അവസ്ഥയിലെത്തിയേ. ഒരിക്കലും അവൾ നന്നാവില്ല അല്ലേ? എങ്ങനെയാ ഇതുപോലൊക്കെ അവക്ക് ചിന്തിക്കാൻ പറ്റുന്നേ? ഋതുവിനെ പോലെ ക്യാരക്ടറുള്ളവര് അത്ര പെട്ടെന്നൊന്നും നന്നാവില്ല മായ. പിന്നീട് ഞങ്ങൾ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് അവൾ അടുപ്പിക്കാതെ ആദ്യോട് എങ്ങനെയും കണ്ട് സത്യങ്ങൾ പറയാന്ന് വെക്കുമ്പോൾ അവനക്ക് ഞങ്ങളെപ്പോലും അറിയാത്ത കോലത്തില. അവളെ അറിയാം. അവളുടെ കയ്യിൽ തെളിവുകളുണ്ടല്ലോ, ഭാര്യ എന്ന പട്ടം. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കെന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥ. എങ്കിലും ആദ്യം വിട്ടുകൊടുക്കാൻ ഞങ്ങൾ വിചാരിച്ചിരുന്നില്ല. അവൻ്റെ കാര്യങ്ങൾ അറിയാൻ എന്നും പോവുമായിരുന്നു. പക്ഷേ ആ വാതില് ഞങ്ങൾക്ക് മുന്നിൽ തുറക്കില്ല. അവളെങ്ങനെയാണോ നിധിയെ കൂട്ടിലടച്ച് അതുപോലെ ആദ്യയും കൂട്ടിലടച്ചു. അവനെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുവരാൻ ഒരുപാട് ശ്രമിച്ചതാ. ഒന്നിനും പറ്റാതെ വന്നപ്പോൾ ഞങ്ങൾ ആ ശ്രമം ഉപേക്ഷിച്ചു. യുനോ വാട്ട്, ആ ഋതുവിനെ എൻ്റെ കയ്യിൽ കിട്ടിയ കൊന്നു കളയും ഞാൻ. അതിൻ്റെ ആവശ്യമൊന്നും വരില്ല. ബിക്കോസ് ഷീ ഈസ് നോ മോർ. വാട്ട്? സത്യമാണോ? അതെ. അവൾ വിചാരിച്ച പോലെ ആദ്യം കൂട്ടിലടക്കാനും അവനെ മാനിപ്പുലേറ്റ് ചെയ്യാനൊക്കെ അവൾക്ക് പറ്റി. പക്ഷെ കൂടെ ജയിക്കാൻ ദൈവം ആയുസ് കൊടുത്തില്ല. ഏകദേശം അവളുടെ ഡെലിവറി ടൈമൊക്കെ എടുക്കുന്ന സമയത്താണ് ഒരു ആക്സിഡൻറ്റിൽ അവൾ പോയി. അതേതായാലും നന്നായി. പക്ഷേ ആദി, അവൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താ? പഴയ പോലെ തന്നെയാണോ? നിധിയെ അവൻ ഓർമ്മയുണ്ടോ? അവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അതാണ് നിന്നെ ഇപ്പം എൻ്റെ മുന്നിലെത്തിച്ചേ. ഋതുവിൻ്റെ മരണശേഷം അവനെ കുറച്ചൊക്കെ റിക്കവറാക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്. ഞങ്ങളെയൊക്കെ അവന് പഴയ പോലെ അറിയാം. പക്ഷെ ഋതു, നിധി ഇവരുടെ കാര്യത്തിൽ അവൻ്റെ മനസ്സിലെന്താന്ന് ഞങ്ങൾക്കിപ്പോഴും വ്യക്തമല്ല. അധികമൊന്നും ഞങ്ങളോട് സംസാരിക്കാറില്ല. അവനിപ്പോൾ നിധിയും ഋതുവൊക്കെ താമസിച്ച അവരുടെ വീട്ടിലാണ്. അവനൊറ്റക്ക് അതായിപ്പോൾ അവൻ്റെ ജീവിതം. പേടിയുണ്ട് ഞങ്ങൾക്ക് വീണ്ടും പഴയ പോലെ ആവുമെന്ന്. ഡോക്ടറോട് ഈ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഡോക്ടർ തന്നെയാണ് പറഞ്ഞേ, നിധിയെ ഇവിടെ എത്തിച്ചെങ്കിൽ മാത്രമേ അവനെ ഇനി പഴയ പോലെ ആക്കാൻ പറ്റുള്ളൂ എന്ന്.
അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിധി ഇവിടെ എത്തിക്കുക മാത്രമായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ അന്ന് മോളിൽ വെച്ച് കണ്ടേ. അന്ന് നിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ കിട്ടിയത് നന്നായി. അതുകൊണ്ടാ നിന്റെ സ്റ്റാറ്റസിൽ നിധിയെ ഞാൻ കണ്ടേ. അങ്ങനെ നീ ഇവിടെ എത്തി. ഇനി നിന്നെ കൊണ്ട് ഞങ്ങളെ സഹായിക്കാൻ പറ്റൂ. നീ വേണം നിധി ഇങ്ങോട്ട് വരുത്താൻ. എൻ്റെ സഹായത്തിൻ്റെ ആവശ്യം ഇനിയില്ല. അങ്ങോട്ട് നോക്ക് ആരാണെന്ന്. മോളെ നിധി ചേച്ചി, കരയല്ല മോളെ, നീ വന്നല്ലോ, എനിക്ക് സന്തോഷായി. കരയല്ല നീ. ചേച്ചി, എന്റെ ആദ്യമായിട്ട് എനിക്ക് തെറ്റുപറ്റിപ്പോയി. ഒരിക്കലും ആദ്യേട്ടനെ വിട്ട് പോകാൻ പാടില്ലായിരുന്നു. ആ പാവത്തിനെ ഞാൻ ഒരുപാട് വിഷമിപ്പിച്ചു. എനിക്ക് കാണണം എന്റെ ആദ്യേട്ടനെ. നിധിയെ, മോളെ നീ ആദ്യം കരച്ചിലൊന്നും നിർത്ത്. പറ്റുന്നില്ല ചേച്ചി, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാനത് പോയില്ലായിരുന്നെങ്കിൽ ആദ്യേട്ടൻ ഇങ്ങനെ ഒരു അവസ്ഥ വരില്ലായിരുന്നു. എല്ലാത്തിനും ഞാനാ കാരണം. ഞാൻ കാരണം ഇങ്ങനെയൊക്കെ ഞാനെല്ലാം കേട്ടു. സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക്. എനിക്ക് ആദ്യേട്ടനൊന്ന് കണ്ടാൽ മതി. ആ കാല് പിടിച്ച് എനിക്ക് മാപ്പ് പറയണം. കാണാം. ആദ്യം നീ കരച്ചിലൊന്ന് നിർത്ത്. നിന്റെ വരവിന് വേണ്ടിയല്ലേ അവനും എത്ര നാൾ കാത്തിരുന്നേ. ഇപ്പൊ തന്നെ എന്നെ ആദ്യേട്ടൻ്റെ അടുത്ത് കൊണ്ടുപോവോ? എനിക്ക് കാണണം. കൊണ്ടുപോവാം, പക്ഷേ അവൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷനും നീ മനസ്സിലാക്കണം. നിന്നെ കണ്ടാൽ എങ്ങനെയാ പ്രതികരിക്കാന്ന് പോലും ഞങ്ങൾക്കറിയില്ല. നിന്നെ കണ്ടാലെങ്കിലും അവനക്ക് നല്ലൊരു മാറ്റം ഉണ്ടാവുന്ന ഞങ്ങൾ പ്രതീക്ഷിക്കുന്നേ. എന്തായാലും ഡോക്ടറോടൊന്ന് ചോദിക്കട്ടെ, എന്നിട്ട് നമുക്ക് പോവാം. സോ ഇതാണ് ആദിയുടെ നിധി അല്ലേ? ഞാൻ ലക്ഷ്മി. ആദിയെ ട്രീറ്റ് ചെയ്യുന്നത് ഞാനാ. മോളവിടെ നിന്ന് പോയതിൽ പിന്നെ ആദിയുടെ ലൈഫിൽ സംഭവിച്ചതൊക്കെ അറിഞ്ഞില്ലേ? ആദി തന്നെ ഒരുപാട് അന്വേഷിച്ചു. ഇന്ന് വരും നാളെ വരും അങ്ങനൊരു പ്രതീക്ഷയായിരുന്നു. എന്നെങ്കിലും ഒരിക്കൽ നീ വരാതിരിക്കില്ലെന്ന് അവനുറപ്പുണ്ടായിരുന്നു. പക്ഷെ ഇത്രയൊക്കെ ആയിട്ടും നിന്നെപ്പറ്റി ഒരു വിവരം കിട്ടാതായപ്പോൾ അവൻ പാടെ തകർന്നുപോയി. അതാണ് അവൻ്റെ ലൈഫിൽ സംഭവിച്ചത്. ആ സമയത്ത് അവൻ ആദ്യമായിട്ട് എൻ്റെ അടുത്ത് വരുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ. തൻ്റെ സിസ്റ്റർ റിതു മെഡിസിൻ മാറ്റിയതൊക്കെ. ആക്ച്വലി ഞാൻ അവനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവന് നല്ല മാറ്റം ഉണ്ടായിരുന്നു. അവൻ തന്നെ പറ്റിയൊക്കെ എന്നോട് പറയായിരുന്നു. അതുപോലെ അവന് നഷ്ടപ്പെട്ട ആത്മവിശ്വാസം ഞാൻ വീണ്ടെടുത്ത് കൊടുത്തിരുന്നു, താൻ തിരികെ വരുമെന്ന്. അങ്ങനെ ഏകദേശമൊക്കെ ഓക്കെ ആയ ടൈമിലാണ് എനിക്ക് കാനഡയിലോട്ട് പോകേണ്ട ആവശ്യം വന്നത്. പിന്നെ അവിടെ നിന്ന് വന്നപ്പോഴാണ് ഞാൻ കാര്യങ്ങളൊക്കെ അറിയുന്നത്. ആദ്യം ഇങ്ങോട്ട് വന്നതിനേക്കാൾ വേസ്റ്റ് ആയിരുന്നു അവൻ്റെ അപ്പോഴത്തെ അവസ്ഥ. എന്നെ അല്ലാതെ ആരെയും ആ വീട്ടിൻ്റെ അകത്തേക്ക് അവന് കയറ്റാറില്ല. ഇപ്പം എന്നോട് മാത്രമേ എന്തെങ്കിലും സംസാരിക്കുള്ളൂ. അതും ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ നുള്ളിപ്പൊറിക്ക് എന്തെങ്കിലും പറയും. സത്യം പറഞ്ഞാൽ അവൻ്റെ അവസ്ഥ കണ്ടു നിൽക്കാൻ കഴിയില്ല. ഒരുപാട് സ്വപ്നങ്ങളുള്ളൊരു പയ്യൻ. അതെല്ലാം മിക്കതും തൻ്റെ കൂടെയുള്ളൊരു ജീവിതം. ഒരുപാട് സ്വപ്നം കണ്ടിരുന്നു. അതായിരിക്കും അവൻ ഇത്രയും തളർത്തിയേ.
സോ അവനെ ഇനി പഴയ ആദ്യമായി തിരിച്ചു കിട്ടണമെങ്കിൽ നിധി ഇവിടെ വന്നേ പറ്റത്തുള്ളായിരുന്നു. അതുകൊണ്ടാ തന്നെ കണ്ടുപിടിക്കാൻ ഞാൻ ഇവരോട് പറഞ്ഞ്. തന്നെ കൊണ്ട് മാത്രമേ ഇനി എല്ലാം സോൾവ് ചെയ്യാൻ പറ്റൂ. ഹേ നിധി, താൻ കരയരുത്. തൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയും വിഷമമൊക്കെ എനിക്ക് മനസ്സിലാവും. ഇങ്ങനെ താൻ കരഞ്ഞുകൊണ്ടിരുന്ന ഒരിക്കലും ആദ്യ പഴയ പോലെ കിട്ടില്ല. അതിന് താൻ കുറച്ചുകൂടി സ്ട്രോങ് ആവണം കേട്ടോ. ആദ്യം കാണണ്ടേ തനിക്ക്? അല്ല ഡോക്ടർ, ഞാനെനിക്കറിയില്ല. എനിക്ക് എന്നെ ആദ്യമായിട്ട് കാണണം. അതിനെന്താ, കാണാലോ. പക്ഷെ അതിനു മുന്നേ മോള് ആദ്യയുടെ എക്സാക്ട് കണ്ടീഷൻ എന്താണെന്ന് മനസ്സിലാക്കണം. ക്രോണിക് സൈക്കോട്ടിക് ഡിസോർഡർ വിത്ത് ഡിസോസിയേറ്റീവ് പ്രൊജക്ഷൻ, ഇങ്ങനൊരു കണ്ടീഷനാണ് ആദ്യം ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സോ മോൾ അവിടെ ചെല്ലുമ്പോൾ കുറച്ചും കൂടി ബോൾഡായിട്ട് വേണം പോവാൻ. ആദ്യമൊക്കെ തന്നെ കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിലായില്ലെന്ന് വരാം. വേറെ രീതിയിലൊക്കെ ബിഹേവ് ചെയ്തേക്കാം. എല്ലാം മോളൊന്ന് പ്രിപ്പയർഡായിട്ട് വേണം അവിടെ ചെല്ലാൻ. ഓക്കെ? മോളെ നിധി, നീ അകത്തോട്ട് പോക്കോ. എന്തുണ്ടെങ്കിലും പേടിക്കരുത് കേട്ടോ. അവിടെ ഉള്ളത് നിന്റെ ആദ്യ. നിന്നെ കൊണ്ട് മാത്രമേ എല്ലാം ശരിയാക്കാൻ പറ്റൂ. അതുകൊണ്ട് ധൈര്യമായിട്ട് പൊക്കോ. കുഞ്ഞിനെ ഞാൻ നോക്കിക്കോളാം കേട്ടോ. മോളെ, അറിയാലോ, ഇതൊന്നുമില്ല. ഒരു കണക്കിന് അത് നല്ലതാ. അവള് കാരണം ഇന്ന് ആദ്യ അവസ്ഥയിൽ അവിടെ ചെന്ന മോക്കെപ്പോഴും അത് ഓർമ്മ വേണം.
എനിക്കെൻ്റെ ആദ്യേട്ടനെ വേണം. ആദ്യേട്ടാ, നിധി, അവസാനം നീ വന്നു അല്ലേ? എനിക്കറിയായിരുന്നു നീ എൻ്റെ അടുത്തേക്ക് തന്നെ വരുമെന്ന്. നീ എവിടെ പോരായിരുന്നു നിധി? I miss you so much. എനിക്ക് നീരാത് പറ്റുന്നില്ലായിരുന്നു, ഭ്രാന്ത് പിടിക്കുമായിരുന്നു. എന്നെ വിട്ട് ഇനി പോവല്ലേ നീ? ആദ്യേട്ടാ, സോറി. ഞാനിന്ന് പോകാൻ പാടില്ലായിരുന്നു. അതുകൊണ്ടല്ലേ ഇന്നിങ്ങനെയൊക്കെ. സോറി. ആദ്യേ, ആദ്യേട്ടാ, Don't touch me. I know you are not my നിധി. നീ ഋതുവാ, എനിക്കറിയാത്. എന്റെ മുന്നിൽ നിന്ന് പോ. എനിക്ക് നിന്നെ കാണണ്ട. ഏട്ടാ, എന്തൊക്കെ പറയുന്നത്? ഞാൻ നിധിയാ, എന്നെ ഒന്ന് നോക്ക്. ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. നിനക്ക് എന്നെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല ഋതു. ഐ നോ. സോ നിനക്കെന്നെ നല്ല പോലെ അറിയാം അല്ലേ ആദ്യ? പക്ഷേ നിന്നെ ഒരിക്കലും ഞാൻ വിടില്ല. നീ എന്റെയാ, എൻ്റെ മാത്രം. Just stop it, ഋതു. ഞാൻ നിന്റെ അല്ല, നിന്റേതല്ല ഞാൻ. പോ, എന്റെ മുന്നിൽ നിന്ന് പോ. ആദ്യേ, ഞാനെങ്ങനെ നിന്നെ വിട്ടു പോവും? ഐ കാണ്ട്. പറ്റില്ലെന്ന് നിനക്കറിയില്ലേ? ആദ്യേട്ടാ, ഞാൻ പറയുന്നത് കേൾക്ക്. ഞാൻ നിധിയാ, നിങ്ങളുടെ നിധിയാ. No, no, no. അല്ല, എന്റെ മുന്നിൽ നിന്ന് പൊക്കരുത്. ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് പോലും അറിയില്ല. Get out from here. ആദ്യേട്ടാ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ആദ്യേ, അങ്ങനെ പോകാൻ പറ്റില്ല എനിക്ക്. ഏട്ടാ, Yes, kill me. എന്നെ നീ കൊല്ല. നിധി, നിധി, മോളെ, സോറി. ഇത് നീ തന്നെയാണോ? എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാനിപ്പോ എനിക്കറിയില്ല.
അവളിവിടുന്ന് പൊക്കോ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തോ. പൊക്കോ. എന്തൊക്കെയാ പറയുന്നത്? അതിനല്ലല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നേ. ഞാൻ ചെയ്ത തെറ്റ് ഇനി ഒരിക്കലും ആവർത്തിക്കില്ല. എനിക്ക് ആദ്യമായിട്ട് എന്റെ കൂടെ ജീവിക്കണം. ഇല്ലാതെ എന്നെ ഇല്ലാതാക്കിയിട്ട് അവളുടെ കൂടെ സുഖമായിട്ട് ജീവിക്കാന്ന് നീ കരുതണ്ട. സമ്മതിക്കില്ല ഞാൻ. എന്താ എന്ത് പറ്റിയാ? നിധി, നീ ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പോകണം. ഇവിടെ നിൽക്കരുത്. ഇവിടെ നിന്ന് പൊക്കോ. രക്ഷപ്പെട്ടോ, അല്ലെങ്കിൽ അവള് നിന്നെ കൊല്ലും. പൊക്കോ. എന്തൊക്കെയാ ഏട്ടാ പറയുന്നേ? എന്നെ ആരും ഉപദ്രവിക്കാനാ? ഇതൊക്കെ ഏട്ടന് ചുമ്മാ തോന്നുന്നതാ. ഇവിടെ ആരുമില്ല. ഞാൻ പറയുന്നത് കേൾക്ക് റിതു. അവൾ എൻ്റെ കൂടെ തന്നെയുണ്ട്. നിങ്ങൾക്കാർക്കും ഞാൻ പറയുന്നത് മനസ്സിലാവില്ല. എൻ്റെ അവസ്ഥ എനിക്ക് മാത്രമേ അറിയൂ. നിധി, നീ ഇവിടെ നിന്ന് പൊക്കോ, അല്ലെങ്കിൽ അവൾ നിന്നെ വല്ലതും ചെയ്യും. ഇവിടെ നിന്ന് നീ രക്ഷപ്പെട്ടോ. നിധി, അവൻ വല്ലതും പറഞ്ഞ നമ്മൾ വിശ്വസിക്കാതിരുന്ന അവനത് വല്ലാണ്ട് ട്രിഗർ ചെയ്യും. സൂക്ഷിച്ചു വേണം നീ അവനോട് സംസാരിക്കാൻ. ആദ്യേട്ടാ, എനിക്ക് ഏട്ടന്റെ അവസ്ഥ മനസ്സിലാവും. പക്ഷെ ഏട്ടൻ എന്റെ കൂടെ ഉണ്ടാവുമ്പോ ആരും എന്നെ ഒന്നും ചെയ്യില്ല. ഞാൻ എന്തിനാ പേടിക്കുന്നേ? എന്നെ നോക്കാൻ എന്റെ ആദ്യേട്ടന് കഴിയില്ലേ? പറയേ, ആദ്യേട്ടൻ കൂടെ ഉണ്ടാവുമ്പോ ഞാൻ പേടിക്കണോ? എന്നെ ആദ്യേട്ടൻ നോക്കില്ലേ? നോക്കും. ഞാൻ ജീവനോടുള്ളിടത്തോളം കാലം നിന്നെ ആരും ഒന്നും ചെയ്യില്ല. സമ്മതിക്കില്ല ഞാൻ. മതി, ഇത് കേട്ടാ മതി. ഇനി ഞാൻ ഇവിടുന്ന് പോണോ? പറയ്. നോ, വേണ്ട, വിടില്ല ഞാൻ. ഇനിയും നീ പോയാ പിന്നെ ഞാൻ ഉണ്ടാവില്ലടി. പാവം, ഞാനുമായി സ്നേഹത്തിലല്ലായിരുന്നെങ്കിൽ ഇതൊന്നും ആദ്യമായിട്ട് അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. ഞാൻ കാരണം ഇന്നീ അവസ്ഥയിൽ. ഈശ്വര, ആദ്യേട്ടനെ ഇനിയും പരീക്ഷിക്കല്ലേ. ആദ്യ ഈ ഒരവസ്ഥയിലാവാൻ വേറൊരു റീസൺ കൂടിയുണ്ട്. ഋതുവിൻ്റെ മരണം. അത് വെറുമൊരു മരണമല്ല. ആദ്യ അവളെ ഡോക്ടർ, എന്ത് പറഞ്ഞു വരുന്നേ? ആദ്യേട്ടനാണോ ചേച്ചിയെ? അവൻ തന്നെയാ ഈ കാര്യം എന്നോട് പറഞ്ഞ്. ഋതു മെഡിസിൻ മാറ്റിയ കാര്യമൊക്കെ അവൻ അറിഞ്ഞു. അതിനുശേഷം അതെടുക്കാതെയായി. മെല്ലെ മെല്ലെ അവന് പല കാര്യങ്ങളും ഓർമ്മ വന്നു തുടങ്ങി. അവള് വീണ്ടും അവനെ ചതിച്ചെന്ന് മനസ്സിലാക്കിയപ്പോൾ അവൻ്റെ മനസ്സ് കൈവിട്ടു. അവള് എങ്ങനെയാണോ അവൻ്റെ മുന്നിൽ തകർത്താടിയെ അതുപോലെ തിരിച്ചും അവൻ അഭിനയിച്ചു. ഒരവസരത്തിന് വേണ്ടി കാത്തിരിക്കുമായിരുന്നു. ആദ്യയുടെ മനസ്സിൽ അവളെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ്റെ ജീവിതം നശിപ്പിച്ച അവളോട് അടങ്ങാത്ത പകയായിരുന്നു. അങ്ങനെ ഒരവസരം വന്നു. അവൻ അവളെ ഇല്ല, ഇതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്റെ ആദ്യേട്ടൻ ഒരു പാവ. ഒരാളെ കൊല്ലാനുള്ള മനസ്സൊന്നും ഏട്ടനില്ല. വിശ്വസിച്ചേ പറ്റൂ നിധി.
ആദ്യം തന്നെ സ്വയം തുറന്നു പറഞ്ഞ കാര്യമായത്. പിന്നെ ആദ്യം അവൻ പാവാ എപ്പോഴും. പക്ഷേ പല കാരണങ്ങളാൽ മനസ്സ് വേദനിച്ച ഒരാൾക്ക് അയാളുടെ മനസ്സ് കൈവിട്ട് പോയാൽ പിന്നെ നമ്മൾ വിചാരിക്കുന്നിടത്ത് കാര്യങ്ങൾ ഒരിക്കലും എത്തില്ല. അതാണ് ആദിയുടെ കേസിലും സംഭവിച്ചത്. ഋതുവിനെ കൊണ്ട് പുറത്തു പോയ ആദി ഒരു കൊക്കയിലോട്ട് തള്ളിയിടുമായിരുന്നു. അവൻ്റെ കാറ് അവിടെ തൊട്ടടുത്തുള്ള മരത്തിലിടിച്ച് അതൊരു ആക്സിഡൻ്റ് ആക്കി മാറ്റി. കാറിൽ നിന്ന് തെറിച്ച് ഋതു കൊക്കയിലോട്ട് മറിഞ്ഞു. ഇങ്ങനെയായിരുന്നു ആ ആക്സിഡൻറ്റ്. അറിയാം, വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണെന്ന്. ഋതുവിൻ്റെ മരണത്തിന് ശേഷം ആദിയുടെ അവസ്ഥ വളരെ മോശമായി. അന്ന് അവിടെ ഞാൻ പോയി അവനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവനക്ക് ഋതുവിനെ കാണാനും സംസാരിക്കാനും പറ്റുന്നുണ്ടെന്നും അവൾ അവനെ മാനിപ്പുലേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അവൻ വിശ്വസിക്കുന്നേ ഒന്നുകിൽ ഋതു മരിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവളുടെ ആത്മാവ് അവനെ ശല്യം ചെയ്യുന്നു. ഡോക്ടർ, എന്തൊക്കെയാ പറയുന്നേ? അതൊക്കെ പോസിബിൾ ആണോ? ശ്രീനിധി, എനിക്ക് ഈ ഭൂതത്തിലും പ്രേതത്തിലും ഒന്നും വിശ്വാസമില്ല. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് അതിന് പോസിബിലിറ്റി ഇല്ല. പിന്നെ ആദിയുടെ കേസെടുത്താൽ ഞങ്ങൾ മെഡിക്കലി അതിനെ ക്രോണിക് സൈക്കോട്ടിക് ഡിസോർഡർ വിത്ത് ഡിസോസിയേറ്റീവ് പ്രൊജക്ഷൻ, ഈ ഒരു കണ്ടീഷനിലൂടെയാണ് ആദ്യം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ, ഒരുതരം ഹാലോസിനേഷൻ. ആദ്യമൊക്കെ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അവനാണ് ഋതുവിനെ കൊന്നതെന്ന് അവനറിയാം. സോ ഉള്ളിലെവിടെയോ ഒരു ഭയം. ആ ഭയത്തിൽ നിന്നാണ് ഋതുവിനെ അവൻ കാണുന്നത്. അവൻ അവളോട് സംസാരിക്കുന്നതും എല്ലാം. അവൻ്റെ ഉൾമനസ്സ് റിയാലിറ്റിയെ മിക്സ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇങ്ങനൊരു ഹാലോസിനേഷൻ ആദ്യം സംഭവിക്കുന്നത്. പിന്നെ ഋതു എന്ന ക്യാരക്ടർ അവനെ മാനസികമായിട്ട് ഒരുപാട് പ്രഷർ ചെയ്തൊരു വ്യക്തിയാണ്. അതുകൊണ്ട് അവളെ കാണുന്നതായിട്ട് അവനക്ക് തോന്നുമ്പോൾ പാസ്റ്റിൽ അവളെ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അവൻ അവളെ കാണുന്നത്. സോ ഋതുവിനെ അവന് ഒരിക്കലും കാണുന്നില്ല, സംസാരിക്കുന്നില്ല. അതൊക്കെ അവൻ്റെ ഒരു തരത്തിലുള്ള ഹാലുസിനേഷൻ. പക്ഷേ ആദ്യം സംബന്ധിച്ച് ഋതു മരിച്ചിട്ടില്ല, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അവളുടെ സോൾ അത് വീണ്ടും അവനെ വിടാതെ പിന്തുടരുന്നു എന്നാണ് ആദ്യം വിശ്വസിച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യേട്ടനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചോളേ. അത് അത്ര എളുപ്പമല്ല. ആദ്യയെ സംബന്ധിച്ച് അത് റിയാലിറ്റിയാണ്. സോ നമ്മളവനെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അവൻ പറയുന്നതൊക്കെ നമ്മൾ വിശ്വസിക്കാത്തത് പോലെയാണ്. ആദ്യയുടെ റിയാക്ഷൻ പല രീതിയിലാവും. പിന്നെ കൂടുതൽ ഇഷ്യൂസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഡോക്ടർ, അപ്പൊ എങ്ങനെയാ ആദ്യേട്ടനെ ഒന്ന് റിക്കവർ ആക്കി എടുക്കുക? അതിന് തന്നെ കൊണ്ട് പറ്റും, തന്നെ കൊണ്ട് മാത്രമേ പറ്റൂ. ആദ്യയുടെ മനസ്സ് തൻ്റെ വരവ് കൊതിച്ചിരിക്കുക. സോ അതൊരുപാട് ഹെൽപ്ഫുൾ ആവും. മാത്രമല്ല തമ്മല്ലേ ആദ്യം ആ വീട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം. അതൊരു കേജാണ്, നിന്നെയും ആദ്യമൊക്കെ തളച്ചിട്ടൊരു കേജ്. പിന്നീട് നമുക്ക് മെല്ലെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം. മെഡിക്കേഷനും മോണിറ്ററിങ്ങും തെറാപ്പിയും അങ്ങനെ മെല്ലെ മെല്ലെ നമുക്ക് മാറ്റിയെടുക്കാം. എനിക്ക് ആദ്യേട്ടനെ പഴയ പോലെ തിരിച്ചു കിട്ടുമായിരിക്കും അല്ല ഡോക്ടർ? കിട്ടും, കിട്ടാതെ എവിടെ പോനാ. പഴയതിലും ഉഷാറായിട്ട് നമുക്ക് ആദ്യം തിരിച്ചു കൊണ്ടുവരാം. അതിനാദ്യം താൻ ബോൾഡാവണം. ഇങ്ങനെ കരച്ചിലും പിഴിച്ചിലൊന്നും പാടില്ല. അവന് നല്ല മെൻ്റലി സപ്പോർട്ട് കൊടുക്കേണ്ടത് ഇനി താനാ. എനിക്കറിയാം, ആദ്യേട്ടനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഞാൻ എന്തിനും റെഡിയാ. ഗുഡ്. ഇത്രയും നാള് താനിവിടെ ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് മാനസിക സംഘർഷം ആദ്യം അനുഭവിച്ചിട്ടുണ്ട്. എങ്കിലും പ്രോപ്പറായിട്ടൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ഫസ്റ്റ് റീസൺ ആദ്യം ആ വീട് വിട്ട് എങ്ങോട്ടും വരില്ലായിരുന്നു. പിന്നെ ഫ്രണ്ട്സിനോടൊന്നും അവനൊരടുപ്പം കാണിക്കുന്നില്ല. വല്ലപ്പോഴും ഞാൻ പോയാ അതായി. പക്ഷേ നിധിയെ കണ്ട അവനെന്തായാലും ഒരു ചേഞ്ച് ഉണ്ടാവും. അതെനിക്ക് 100% ഉറപ്പാണ്. വേറെ ആരോട് അടുപ്പം കാണിച്ചാലും ഇല്ലെങ്കിലും നിധിയോട് ആ അടുപ്പം കാണിക്കും.
നിധിയുടെ പ്രസൻസ് അവന് ഒരുപാട് ഹെൽപ്ഫുൾ ആകും. അതിന്ന് വേണം നമുക്കവനെ മാറ്റിയെടുക്കാൻ. അതെ, എന്നെ ഇല്ലാതാക്കിയിട്ട് അവളുടെ കൂടെ സുഖിച്ച് ജീവിക്കാന്ന് കരുതിയോ? സമ്മതിക്കില്ല ഞാൻ. എനിക്ക് കിട്ടാത്ത ജീവിതം അവക്കും വേണ്ട. നിധി, 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 ആരെയും ഓക്കെ? നിധി, കണ്ണുറക്ക്. എന്താ എന്താ പറ്റിയാ? അത് അവള് ഋതു, നിന്റെ കഴുത്തില് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്കെന്ത് പറ്റാനാ? ആദ്യമായിട്ടാ വല്ല സ്വപ്നം കണ്ടായിരിക്കും. വാ കിടക്ക്. അല്ല, ഞാൻ ശരിക്കും കണ്ടതാ. അവൾ എന്നോട് പറഞ്ഞതാ നിന്നെ എൻ്റെ കൂടെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന്. എനിക്കറിയാം, ഞാൻ ശരിക്കും കണ്ടതാ. ഓക്കെ ഓക്കെ, എന്നിട്ട് എനിക്കൊന്നും പറ്റിയില്ലല്ലോ. ഇതേ നോക്ക്, ഞാൻ പറഞ്ഞില്ലേ ആദ്യേട്ടൻ എന്റെ കൂടെ ഉള്ളപ്പോ ആർക്കും എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഒന്നും ആലോചിക്കണ്ട. എന്റെ അടുത്തോട്ട് വാ. എഴുന്നേറ്റിട്ടില്ല, ഉറങ്ങുക. എന്താ ആദ്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ? പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ആദ്യേട്ടന് ഞാൻ വന്നത് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. ചില സമയത്ത് ഒറ്റയ്ക്ക് സംസാരിക്കുന്ന കാണാം. ചിലപ്പോ എന്നോട് സംസാരിക്കുമ്പോൾ തന്നെ ചേച്ചിയോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കും. ആ സമയത്ത് ചേച്ചിയാണെന്ന് കരുതി എന്നെ ഉപദ്രവിക്കാനും ശ്രമിക്കും. നിനക്ക് അവിടെ ആദ്യയുടെ കൂടെ ഒറ്റക്ക് നിൽക്കുമ്പോൾ പേടി തോന്നാറുണ്ടോ? എന്തിന്? ഞാനെന്തിനാ പേടിക്കുന്നേ? എൻ്റെ ആദ്യേട്ടനല്ലേ. അറിഞ്ഞോണ്ട് ഒരിക്കലും എന്നെ ഉപദ്രവിക്കില്ലാന്ന് എനിക്ക് നല്ല പോലെ അറിയാം. പിന്നെ ഇപ്പോഴത്തെ അവസ്ഥ അതിന് ഞാനും കാരണമാണല്ലോ. അതുകൊണ്ട് എനിക്ക് പേടിയൊന്നുമില്ല. ആദ്യേട്ടനെ പഴയ പോലെ മാറ്റിയെടുക്കും. അത് മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. നീ ഡോക്ടർക്ക് വിളിക്കാറുണ്ടോ? ദിവസം വിളിക്കാറുണ്ട്. ആദ്യേട്ടനിലുണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും ഞാൻ പറയും. ട്രീറ്റ്മെന്റ് എടുക്കാൻ എന്നാ ഡോക്ടർ വരാൻ പറഞ്ഞ്? ആദ്യേട്ടനെ കൊണ്ട് ഒന്ന് പുറത്തൊക്കെ പോകാൻ പറഞ്ഞു. ഞാൻ വന്നെന്ന് ആദ്യേട്ടനൊന്ന് ഉൾക്കൊള്ളട്ടെ, എന്നിട്ട് ഒന്ന് റിലാക്സ് ആയിട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. അത് ശരിയാ. ചേച്ചി, മോളെവിടെ?
എന്നിട്ടില്ല, ഉറക്ക. കുഞ്ഞിനെയും കൊണ്ട് ബുദ്ധിമുട്ടായോ ചേച്ചി? ഓ, വലിയ ബുദ്ധിമുട്ടാ. ഒന്ന് പോടി. ശരിയെന്നാ, ഞാൻ വിളിക്കാം. അതേട്ടാ, സമയം ഒരുപാടായി. എഴുന്നേറ്റാലോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ? എന്താ എങ്ങനെ നോക്കുന്നേ? നോട്ടൊക്കെ പിന്നെ ആവാം. എഴുന്നേറ്റേ വാ. അതേട്ടാ, ഇത് മുഴുവനും കഴിക്കണം കേട്ടോ. അതേട്ടാ, നമുക്ക് പുറത്തൊക്കെ ഒന്ന് പോയാലോ? കുറെ ആയില്ലേ ആദ്യമായിട്ടും പുറത്തൊക്കെ ഇറങ്ങിയിട്ട്. മാത്രമല്ല, കുറച്ച് സാധനം വാങ്ങാനുണ്ടായിരുന്നു. പോവല്ലേ പ്ലീസ്? താങ്ക് യു. ഞാനെന്നാ റെഡി ആയിട്ട് വരാം. ആദ്യമായിട്ട് റെഡിയാവും. സന്തത സഖിയേ നീ കടലാഴങ്ങളിൽ ഇന്ദിരമുഖിയേ നീ മുഖിലോ വിണ്ണിലേ അകമലരിലും ജനിമൃതിയിലും അതിമധുര ചുംബന നേരം അറിയുമനുപമരാഗം ചിരപ്രണയമേ പ്രണയമേ അണയുമോ അരികിലായി നീലാഞ്ജന കണ്ണഴകേ നീഹാര നിലാവഴകേ നീ എന്നിണ കാമിനിയേ കൺമണിയേ നീലാഞ്ജന കണ്ണഴകേ നീ
നമുക്കും ജീവിച്ചു തുടങ്ങണ്ടേ? നമ്മള് സ്വപ്നം കണ്ടൊരു ജീവിതം. വേണം. പക്ഷെ ഋതു അവളെന്നെ. അറിയാം എനിക്ക്. പക്ഷെ ഇപ്പൊ ആദ്യേട്ടന് മനസ്സിലായില്ലേ എല്ലാം ഏട്ടന്റെ തോന്നലായിരുന്നു എന്ന്? ശരിയാ, എനിക്കറിയാം അതെല്ലാം എൻ്റെ തോന്നലാണെന്ന്. ബട്ട് സ്റ്റിൽ അവളെന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. അതെല്ലാം ശരിയാവും. അതിനല്ലേ നമ്മള് ഡോക്ടറെ അടുത്ത് പോകുന്നേ. ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യേട്ടൻ പഴയതിനേക്കാൾ ഉഷാറാവും. ആദിയുടെ കണ്ടീഷൻ എന്താന്ന് ആദിക്ക് തന്നെ മനസ്സിലായല്ലോ. അത് തന്നെ വലിയ മാറ്റമാണ്. ഇത്രയും പെട്ടെന്ന് ഇങ്ങനൊരു മാറ്റം ഞാൻ പ്രതീക്ഷിച്ചതല്ല. അതിനുള്ള ഫുൾ ക്രെഡിറ്റ് നിധിക്ക. അവളുടെ പ്രസൻസ് അത്രത്തോളം തന്നെ സ്വാധീനം ചെലുത്തുന്നുണ്ട്. സോ ഇന്നോട്ട് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? മെഡിക്കേഷനും മോണിറ്ററിങ്ങും തെറാപ്പിയൊക്കെ ചെയ്യുമ്പോൾ അത് റെഡിയാവും. അപ്പോൾ പെട്ടെന്ന് തന്നെ ആദ്യേട്ടൻ പഴയ പോലെ ആവും അല്ലേ? അങ്ങനെ പെട്ടെന്നൊന്നും മാറില്ല. ആദ്യം മുഴുവനായി ഓക്കെ ആവാൻ 6 മാസം എന്തായാലും എടുക്കും. അറിയാലോ, ഇപ്പൊ ആദ്യം അവൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ടുള്ളൂ. സ്റ്റിൽ ഋതു അവനെ വേട്ടയാടുന്നുണ്ട്. അത് അവന് കൺട്രോൾ ചെയ്യാൻ പറ്റണം. അതിനു വേണ്ടിയിട്ടാണ് ഇനിയുള്ള ട്രീറ്റ്മെൻ്റ് ഒക്കെ. പിന്നെ നിധി, ആദ്യം ഓക്കെ ആയിട്ട് മതി ഒരു ജീവിതം എന്ന് വെക്കരുത്. നിങ്ങൾ എന്നിട്ട് ജീവിച്ച് തുടങ്ങണം. അത് ആദ്യം ഒരുപാട് ഹെൽപ്ഫുൾ ആകും. രണ്ടുപേരും സ്വപ്നം കണ്ട ജീവിതം ജീവിച്ചു തുടങ്ങുമ്പോൾ ആദ്യം അതിലെന്തായാലും എൻഗേജഡ് ആവും. അതുവഴി പെട്ടെന്നൊരു മാറ്റം ആദ്യമേ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ ഞാനെല്ലാം കൊണ്ടും നാളെ ആദ്യേട്ടൻ്റെ താവാൻ പോവാ അല്ലേ? പക്ഷേ ഞാൻ എങ്ങോട്ടാ നിന്നെ സ്നേഹിച്ചേ, അന്നോട്ട് എല്ലാം കൊണ്ട് നീ എൻ്റെതാ. അവിടെ ഒരു താലിച്ചിരടിൻ്റെ ആവശ്യമൊന്നും എനിക്കില്ല. അറിയാം. എങ്കിലും ആദ്യേട്ടൻ്റെ താലി എൻ്റെ കഴുത്തിൽ കിടക്കുമ്പോൾ നമ്മുടെ ബന്ധത്തിന് ആഴം കൂടും. അങ്ങനെയാണോ? അതെ. പിന്നെ നാളെ ഒരു സർപ്രൈസ് കൂടിയുണ്ട്. അതെന്താ? അത് പറഞ്ഞ സർപ്രൈസ് പൊളിയില്ലേ? വെയിറ്റ് ചെയ്യാം.
നിങ്ങളുടെ താലികെട്ടും കഴിഞ്ഞു. സന്തോഷായി. കഥകളൊക്കെ മായ പറഞ്ഞറിഞ്ഞപ്പോ എത്രയും പെട്ടെന്ന് ഇങ്ങനൊരു മുഹൂർത്തം കാണാനാ ഞാൻ കൊതിച്ചിരുന്നേ. ഇതേ ഇപ്പൊ അവളെ കൈപ്പിടിച്ചേൽപ്പിച്ചപ്പോ എനിക്ക് സമാധാനായി. എന്നാ നമുക്ക് പോയാലോ? എന്നാ ഞങ്ങളങ്ങ് ഇറങ്ങിയാലോ? കുറെ നേരമായില്ലേ, നിങ്ങൾ റെസ്റ്റ് എടുക്ക്. അതെ അതെ, നിങ്ങളുടെ സ്വർഗത്തിലെ കട്ടിറും പാകുന്നില്ല. ഒന്ന് പോ മായേച്ചി. മോളെ നിധി, എന്താവശ്യം ഉണ്ടെങ്കിലും ഏട്ടനെ വിളിക്കാൻ മറക്കരുത് കേട്ടോ. അരുണേട്ടാ, ഞാൻ വിളിക്കാം. എന്നാ ശരി, ഞങ്ങൾ ഇറങ്ങുവാ. ആദ്യേട്ടാ, റൂമിലോട്ട് ചെല്ല്. കുറെ നേരമായില്ലേ, ഞാനിവരെ യാത്രയാക്കിയിട്ട് വരാം. ഇതാരാന്ന് മനസ്സിലായോ? നമ്മുടെ മോള അതിഥി. എന്താ വിശ്വാസാവുന്നില്ലേ? സത്യം ഞാൻ പറഞ്ഞേ. എന്റെ മോള് അല്ല, നമ്മുടെ മോള. അതേലോ, ഇതാണ് എന്റെ സർപ്രൈസ്. ഇഷ്ടായോ? ഏട്ടനെന്താ ഒരിക്കലും പോലും നമ്മുടെ കുഞ്ഞിനെ പറ്റി ചോദിക്കാഞ്ഞേ? എവിടെ നിന്ന് പോയപ്പോ ഞാൻ പ്രഗ്നന്റ് ആയ കാര്യം മറന്നുപോയോ? മറക്കാനോ? ഞാനോ? ഒരിക്കലുമല്ല. കുഞ്ഞിനെ നിന്റെ കൂടെ കാണാതായപ്പോ ഞാൻ കരുതി കുഞ്ഞിനെ നഷ്ടമായി കാണുന്നു. നിന്നോട് അതേപ്പറ്റി ചോദിച്ച് വിഷമിപ്പിക്കണ്ടെന്ന് കരുതി. എന്റെ അതേട്ടന്റെ കുഞ്ഞിനെ ഞാൻ അങ്ങനെ നഷ്ടപ്പെടുത്തോ? എന്റെ ജീവൻ പോയാലും ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ ഞാൻ ശ്രമിക്കൂ. മമ്മയുടെ പൊന്നെ. ഇതാരാ നോക്കിയേ? മോളുടെ പപ്പയാ. എന്താ നോക്കുന്നേ? നീ എന്താ കുഞ്ഞിനെ ആദ്യം തന്നെ എൻ്റെ അടുത്ത് കൊണ്ടുവരാന്? ഡോക്ടർ പറഞ്ഞിട്ടാ. അങ്ങനെ കൊണ്ടുവരാൻ പറ്റിയ ഒരു കണ്ടീഷൻ അല്ലായിരുന്നല്ലോ ആദ്യേട്ടൻ്റെ. അതുകൊണ്ട് കുഞ്ഞിനെ ഞാൻ ആന്റി ചേച്ചിനെ ഏൽപ്പിച്ചതായിരുന്നു. അവളെങ്ങനെയാ നീ അല്ലാതെ ഒറ്റക്ക് നിന്നേ? അതിന് ഞാൻ ഇന്ന് അവിടെ പോവാറുണ്ടല്ലോ. ഇവിടെ അടുത്തല്ലേ അവരുടെ വീട്. എന്താ, ആൻ്റെ വീട്
ഇവിടെ അല്ലല്ലോ. അല്ലായിരുന്നു. പക്ഷേ ആദ്യേട്ടൻ്റെ അവസ്ഥ മോശമായതും ഇവിടെ ഒറ്റക്കല്ലേ, അതുകൊണ്ട് അവരിങ്ങോട്ട് താമസം മാറിയതാ. എന്തോ എനിക്കെല്ലാം ഒരു സ്വപ്നം പോലെയാ. ഇപ്പോഴും വിശ്വസിക്കാൻ അങ്ങോട്ട് പറ്റുന്നില്ല. നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ, കാരണം ഇതാണ് സത്യം. എന്താ കാര്യമായിട്ട് ആലോചനയിലാണല്ലോ. അതെ, ഞാൻ നമ്മുടെ രാഹുലിനെ പറ്റി ആലോചിക്കുമായിരുന്നു. 2 കൊല്ലമായി തുടങ്ങില്ലേ, അവൻ്റെ ഒരു വിവരവുമില്ല. എവിടെ പോയതായിരിക്കും? ആർക്കറിയാനാ, നമ്മൾ കുറെ അന്വേഷിച്ചതല്ലേ. പൂജയെ ഈ അടുത്തെങ്ങാനും കോണ്ടാക്ട് ചെയ്ത് കാണൂ? എവിടെ, ഒരിക്കലും ഇല്ല. അങ്ങനെങ്കിൽ സ്പോട്ടിൽ നമ്മളെ കാര്യം അറിയിച്ചിരിക്കുമല്ലോ. അത് ശരിയാ. എവിടെ ആയാലും അവന് കുഴപ്പമൊന്നുമില്ല, ഞാൻ മതി, എനിക്കത്രേ ഉള്ളൂ. ഋതു, നീ ഒന്ന് എഴുന്നേറ്റ് കാണാൻ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നീ ഉണർന്ന എനിക്ക് നിന്നെ നഷ്ടാവും. ഇനിയും എനിക്ക് നിന്നെ നഷ്ടപ്പെടുത്താൻ വയ്യ.
എന്താണ് പെണ്ണെ ഇവിടെ തനിച്ചിരുന്ന പരിപാടി? ഉറങ്ങണ്ടേ? വരുമായിരുന്നു. ഞാനിങ്ങനെ ആദ്യേട്ടൻ മനസ്സ് തുറന്ന് ചിരിക്കുന്ന കണ്ടപ്പോ എനിക്ക് നല്ല സന്തോഷായി. ആണോ? എന്നാ ആ സന്തോഷത്തിന് ഒരു ഉമ്മ തരട്ടെ. ദാ ഞാൻ പറയാതെ തന്നെ നിങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും ഒരു ഫോർമാലിറ്റിക്ക് പറയുന്നു. നിധി, ഞാൻ പറഞ്ഞതുപോലെ തന്നെ പഴയതിലും ഉഷാറായിട്ട് നിന്റെ ആദ്യത തിരിച്ചു വന്നിരിക്കുന്നു. ഇനിയൊരു ട്രീറ്റ്മെന്റിന്റെ ആവശ്യം ആദിക്കില്ല. അറിയാം ഡോക്ടർ, ആദ്യേട്ടന്റെ ഓരോ മാറ്റവും ഞാൻ അറിയുന്നുണ്ടായിരുന്നു. ഡോക്ടറോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇതുപോലൊരു തിരിച്ചുവരവ് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. താങ്ക് യു ഡോക്ടർ, താങ്ക് യു സോ മച്ച്. ദേ, അതെന്നോടല്ല, തന്റെ വൈഫിനോടാ പറയണ്ടേ. അവള് തിരികെ വന്നില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഇതുപോലെ എനിക്ക് ആദ്യം കാണാൻ പറ്റില്ലായിരുന്നു. അതെനിക്ക് 100% ഉറപ്പാ. അതുകൊണ്ട് തന്നെയാ ആദിയുടെ കേസ് സ്റ്റഡി ചെയ്തപ്പോ നിധി എവിടെ വരുത്തണമെന്ന് ഞാൻ തീരുമാനിച്ചേ. അവളെ കൊണ്ട് മാത്രം പറ്റുന്ന കാര്യമാ. അതിനു വേണ്ട ഗൈഡൻസ് ഞാൻ കൊടുത്തു, അത്രേ ഉള്ളൂ. അവളുടെ പേര് പോലെ തന്നെയാ ആദിക്ക് കിട്ടിയ നിധി അവള്. അതിനോ നിധിയില്ലെങ്കിൽ ഞാനും ഇല്ല. ഇനി നിങ്ങൾ എൻജോയ് ചെയ്യേണ്ട സമയാ. സോ ഒരു ട്രിപ്പൊക്കെ പോവാം കേട്ടോ. അതെ, നമ്മളിങ്ങോട്ട് ട്രിപ്പിന് തന്നെയല്ലേ വന്നേ. ഇതുവരെ ആയിട്ടും എങ്ങോട്ട് പോയില്ലല്ലോ. ഇതിപ്പോ ഇവിടെ വന്ന് വെച്ചുണ്ടാക്കി കഴിക്കുന്നു. ഇതിനാണെങ്കിൽ വീട്ടിലിരുന്നാ പോരായിരുന്നു. പുറത്ത് ചുറ്റിക്കറങ്ങി തന്നെ എൻജോയ് ചെയ്യണമെന്നൊന്നുമില്ലല്ലോ. ഇവിടെ നമ്മൾ എല്ലാരും ഇല്ലേ, ഇങ്ങനെ എല്ലാരും കൂടി വെച്ചുണ്ടാക്കി കഴിക്കുന്നതും ഒരു രസാ. എനിക്കിതൊക്കെയാ ഇഷ്ടം. മാത്രല്ല പൂജയുടെ ഈ സിറ്റുവേഷനിൽ അധികം ചുറ്റിക്കറങ്ങാതെ തന്നെയാ നല്ലത്. ആൻ പറഞ്ഞതിലും കാര്യമുണ്ട്. എങ്കിലും അവന്റെ ഒരു കൊതിയല്ലേ, നമുക്കൊന്ന് കറങ്ങിച്ചു വരാം. ഒരുപാട് ദൂരമൊന്നും പോണ്ട, ഇവിടെ അടുത്തെവിടെങ്കിലും ഒക്കെ പോയാൽ മതി. ഓക്കെ, അങ്ങനെ ചെയ്യാം. വിഷ്ണു, ഞാനിപ്പോൾ വരാട്ടോ. ഓക്കേടാ. ഋതു അല്ലേ ഇത്? മേ ബി മുന്നത്തെ പോലെ നിനക്ക് തോന്നിയതാണെങ്കിലോ? അതെ. നോ, ഞാൻ അവളെ കണ്ടതാ. അതെന്താ ആർക്കും മനസ്സിലാവാത്തെ? നിധി മോളെ, നിനക്ക് തോന്നില്ലേ ഞാൻ സത്യം പറയുന്നതാണെന്ന്? പറ. ആദി, നിന്നെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്.
പക്ഷേ നീ പറയുന്നതൊന്നും പോസിബിൾ അല്ല. അവള് മരിച്ചു പോയില്ലേ? അവള് മരിച്ചു പോയെന്ന് എന്താ ഇത്ര ഉറപ്പ്? അവളുടെ ബോഡിയൊന്നും കിട്ടിയിട്ടില്ലല്ലോ. ഐ എം ഷുവർ അവള് ജീവനോടെ തന്നെയുണ്ട്. ഞാൻ കണ്ടത് അവളെ തന്നെയാ. ചേച്ചി, ആദ്യേട്ടാ, ഏട്ടൻ പറഞ്ഞത് ശരിയാ. ചേച്ചി ജീവനോടെ ഉണ്ട്. അങ്ങോട്ട് നോക്ക്. കൂടെ രാഹുൽ. രാഹുൽ എന്താടാ ഇങ്ങനെ നോക്കുന്നേ? ഇനി ഞങ്ങളെ ഒന്നും നിനക്ക് അറിയില്ലേ? രാഹുൽ, ഇവരൊക്കെ ഓ, മോക്കും ഞങ്ങൾ അറിയില്ലായിരിക്കും അല്ലേ? ഡെറി, പ്ലീസ് നമുക്ക് എവിടെ നിന്നും മാറി നിന്ന് സംസാരിക്കാം പ്ലീസ്. ഏട്ടാ, എവിടെയായിരുന്നു ഇത്ര നാൾ? ഞങ്ങൾ എവിടേക്ക് അന്വേഷിച്ചെന്നറിയോ? ഋതു ഋതു എങ്ങനെ? എന്താ സംഭവം? എന്താടാ നിനക്കൊന്നും പറയാനില്ലേ? നീ കാരണം ഒരുപാട് ഞങ്ങൾ ടെൻഷൻ അടിച്ചിട്ടുണ്ട്. ഒരു വിവരം കിട്ടാതായപ്പോ നീ ജീവനോടെ ഉണ്ടോന്ന് പോലും സംശയമായിരുന്നു. എവിടെ പോയി തുടങ്ങിയതായിരുന്നു? പറയേ, നിന്റെ കൂടെ ഋതു എങ്ങനെ വന്നു? എല്ലാത്തിനുള്ള ഉത്തരം നീ പറഞ്ഞേ പറ്റൂ രാഹുൽ. നീയും അവളും കാരണം ഇവിടെ എന്തൊക്കെയാ പുകയിലുണ്ടായെന്ന് നിങ്ങൾക്കറിയില്ലല്ലോ. എല്ലാം അനുഭവിച്ചത് ദേ ഇവരാ. നീ അതുകൊണ്ട് പറഞ്ഞേ പറ്റൂ. അന്ന് സത്യങ്ങളൊക്കെ ആദ്യം അറിഞ്ഞെന്ന് നിധി വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ വല്ലാണ്ട് ഷോക്കായി. ആദ്യം അറിഞ്ഞെങ്കിൽ ഋതുവും അറിയും. അപ്പോൾ എൻ്റെ കുഞ്ഞ്, അതായിരുന്നു എൻ്റെ മനസ്സിലെ മൊത്തം. അപ്പോഴാണ് നിധി പറയുന്നേ അവളെ UK പോകാൻ സഹായിക്കണമെന്ന്. അവളത് പറഞ്ഞപ്പോൾ ഞാൻ കൺഫ്യൂസ്ഡായി. അവൾ ഓൾറെഡി UK പോയതായിരുന്നല്ലോ, പിന്നെ എങ്ങനെയാ? അപ്പോഴാ അവൾ പറയുന്നേ അന്ന് അവൾ UK പോയിട്ടില്ലായിരുന്നു. ആദ്യം അവളെയും കൊണ്ട് മാറി താമസിക്കുമായിരുന്നെന്ന്. ആദ്യമെല്ലാം അറിഞ്ഞപ്പോൾ അവൻക്ക് അവളോട് വെറുപ്പാണെന്നും ഇനി മുന്നിൽ കണ്ടുപോകരുതെന്നൊക്കെ പറഞ്ഞ് അവൾ കരഞ്ഞു. അതുകൊണ്ട് അവളെയും കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ UK പോയി. അവളെ അവിടെ ആക്കിയതിന് ശേഷം എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നൊരു പിടുത്തം ഉണ്ടായിരുന്നില്ല. തിരികെ നാട്ടിൽ വന്ന് നിങ്ങളെയൊക്കെ ഫേസ് ചെയ്യാൻ എന്നെ കൊണ്ടാവില്ലായിരുന്നു. ഋതു സത്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും കുഞ്ഞിനെ കളഞ്ഞിട്ടുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തൽക്കാലം എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുന്നതാ നല്ലതെന്ന് തോന്നി. നിന്റെ ഒളിച്ചുകളി കാരണം മൊത്തം അനുഭവിച്ചത് ദേ ഈ നിൽക്കുന്ന ഇവനാ. നിനക്കറിയാത്? അറിയണ്ടല്ലോ. നിനക്ക് നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. ഋതുവിനെ പോലെ നീയും സെൽഫിഷാ രാഹുൽ. ഇവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവനക്ക് എങ്ങനെയായിരുന്നു ആദ്യം, എന്നിട്ട് അവനോട് തന്നെയല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടിയേ. ഇത്രയും തരം താഴ്ന്നു പോവരുതായിരുന്നു രാഹുൽ. നീ ഒരു പെണ്ണിനെ സ്നേഹിച്ച അത് പറയാനുള്ള ചങ്കൂറ്റം വേണം. അതിലൊരു കുഞ്ഞുണ്ടായ അത് തൻ്റെതാണെന്ന് പറയാനുള്ള ധൈര്യം വേണം. അല്ലാണ്ട് തന്നെ പോലെ മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കുകയല്ല വേണ്ടത്. അറിയാം, തെറ്റ് പറ്റിപ്പോയി. എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. നിധി ഒരു പക്ഷെ തിരിച്ചു വന്നില്ലായിരുന്നെങ്കിൽ ദേ ഇതുപോലെ ഇവൻ ഇങ്ങനെ നിൽക്കില്ലായിരുന്നു. സത്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം അവള് കാണിച്ചു കൂട്ടിയതൊക്കെ നിനക്ക് അറിയാവോ? നല്ല അസല് നടിയാ അവള്.
ആദ്യം ഞങ്ങളുടെ എല്ലാവരുടെ മുന്നിലും തെറ്റുകൾ മനസ്സിലാക്കി നല്ല പിള്ള ചമഞ്ഞു. അതിനുശേഷം ഒരവസരം വന്നപ്പോ ഇവന്റെ മെഡിസിൻ മാറ്റി അവന്റെ ഓർമ്മ കളയാൻ ശ്രമിച്ചു. ഞങ്ങളെപ്പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തിയിരുന്നു ഇവൻ, അറിയോ? ഇടക്കപ്പോഴോ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ആദ്യം അവളെ കൊല്ലാനാ ശ്രമിച്ചേ. അങ്ങനെ കൊക്കയിലെറിഞ്ഞ അവൾ എങ്ങനെ നിന്റെ കൂടെ വന്നു, അതാ ഞങ്ങൾക്ക് അറിയണ്ടേ. ഒരിക്കലും അവൾ മരിച്ചു പോണമെന്നൊന്നും ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു വാർത്ത കേട്ടപ്പോ ഞങ്ങൾക്ക് സങ്കടവും തോന്നിയില്ല. അത്രത്തോളം അവൾ ഞങ്ങളെല്ലാവരും കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. സോ നീ പറയണം, എങ്ങനെ മരിച്ചു പോയ അവൾ ജീവനോടെ വന്നു, അതും നിന്റെ കൂടെ? പറ രാഹുൽ. സത്യങ്ങളൊക്കെ അവരറിഞ്ഞ സ്ഥിതിക്ക് ഇങ്ങനെ മാറി താമസിച്ചിട്ട് എന്താ കാര്യം എന്ന് തോന്നിയതുകൊണ്ടാ തിരികെ വന്ന് ഋതുവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവളെ കൂടെ കൂട്ടണമെന്ന് വിചാരിച്ച്. മാത്രമല്ല ആദിയെ നിധിയും ഒരുമിപ്പിക്കാനും. അങ്ങനെ അവരെ കാണാൻ വേണ്ടി പോയപ്പോൾ അവരവിടെ ഉണ്ടായിരുന്നില്ല. തിരികെ പോകുന്ന വൈകാം ആദിയുടെ കാറ് ഒരു മരത്തിലിടിച്ച് ആക്സിഡൻ്റായി കിടക്കുന്ന കണ്ടേ. അവിടെ ഋതുവിൻ്റെ ബാഗ് കൂടി കണ്ടപ്പോൾ മനസ്സിലായി കൂടെ ഋതു ഉണ്ടായിരുന്നെന്ന്. ഒരുപാട് അവളെ അന്വേഷിച്ചിട്ടും അവിടെ ഒന്നും കണ്ടില്ല. പെട്ടെന്ന് അവളുടെ ശബ്ദം ഞാൻ കേട്ടെ. നോക്കിയപ്പോൾ താഴെ പിന്നൊന്നും നോക്കില്ല, അവളെ വലിച്ചു കയറ്റി. അപ്പോഴാ അവളുടെ വയറ് ഞാൻ ശ്രദ്ധിച്ചേ. ഞങ്ങളുടെ കുഞ്ഞ് അവളുടെ വയറ്റിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എത്രയും പെട്ടെന്ന് അവളെയും കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോയി. ഹോസ്പിറ്റലിലെത്തിയതും ഞങ്ങളുടെ കുഞ്ഞ് പോയെന്ന് പറഞ്ഞു. കൂടാതെ ഋതുവിന് നല്ലപോലെ തലക്ക് പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവൾക്ക് സർജറി വേണമെന്ന് പറഞ്ഞു. അവിടെ അതിനുള്ള ഫെസിലിറ്റി ഇല്ലെന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് മാറ്റി. പിന്നീട് സർജറി കഴിഞ്ഞതും അവളെ കോമയിലായി. ഹോസ്പിറ്റലിൽ നിന്ന് നേരെ അവളെ കൊണ്ട് എങ്ങോട്ട് പോന്നു. പിന്നീട് അങ്ങോട്ട് കാത്തിരിപ്പായിരുന്നു അവൾ ഉണരുന്നതിന് വേണ്ടി. പക്ഷേ ഉണർന്ന അവളെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ 1 മാസം മുന്നേ അവളെ കോമയിൽ നിന്ന് എഴുന്നേറ്റു. അവളെ നഷ്ടപ്പെടുമോ എന്നുള്ള എൻ്റെ ഭയത്തിന് ദൈവം അവളുടെ ഓർമ്മ നഷ്ടപ്പെടുത്തിയ എനിക്ക് തിരിച്ചു തന്നെ. അതെനിക്ക് വല്ലാത്ത ആശ്വാസമായിരുന്നു. ഇപ്പോൾ അവൾക്കറിയില്ല അവൾ ആരായിരുന്നു എന്ന്. പുതിയൊരു ഋതുവാ, അതുകൊണ്ട് നിങ്ങളാരെയും അവൾക്കറിയില്ല. ഡോക്ടർ പറഞ്ഞേ അവൾക്കിനി ഒരിക്കലും അവളുടെ ഓർമ്മകളൊന്നും തിരിച്ചു കിട്ടാൻ ചാൻസ് ഇല്ലെന്നാ. അതേതായാലും നന്നായി. ഒരു പക്ഷെ അവൾക്ക് ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ അവക്കിട്ട് 2 പൊട്ടിക്കാതെ എനിക്ക് സമാധാനം കിട്ടില്ലായിരുന്നു. ഇപ്പൊ ഒരു സമാധാനമുണ്ട്. എന്തിനാന്ന് വെച്ചാ മനസ്സിലെവിടെയോ ഞങ്ങളുടെ ആദ്യ കാരണമാണല്ലോ അവള് മരിച്ചെന്ന് ഓർത്തപ്പോ ഒരു നീറ്റലുണ്ടായിരുന്നു. ഇനി അതിന്റെ ആവശ്യമില്ലല്ലോ. അത് ശരിയാ, അവൻ്റെ അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ ചെയ്തു പോയതാണെങ്കിലും ഇപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു റിലീഫുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളോട് വേണ്ട, അത് പറയാനുള്ള യോഗ്യത പോലും നിനക്കില്ല രാഹുൽ. അത്രത്തോളം ആദ്യം അനുഭവിച്ചിട്ടുണ്ട്. അതൊരിക്കലും ഞങ്ങൾക്ക് മറക്കാൻ പറ്റുന്ന ഒന്നല്ല. ഓർമ്മയുണ്ടോ രാഹുൽ, അന്ന് ഋതു പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോ ഞാൻ പറഞ്ഞതാ ആദ്യോട് ആ കുഞ്ഞിന്റെ അച്ഛൻ നീയാണെന്ന് പറയാൻ. അന്ന് നീ സെൽഫിഷായി ആ കുഞ്ഞിന്റെ കാര്യത്തില്. അതുകൊണ്ട് തന്നെയാ ദൈവം ആ കുഞ്ഞിനെ തിരിച്ചെടുത്തേ. പിന്നെ ഋതു ഒരവസരം വന്നപ്പോ ആദ്യയുടെ ഓർമ്മ കളഞ്ഞ് സ്വന്തം ആക്കാൻ ശ്രമിച്ചതാ. അതിനുള്ളത് ദൈവം അവൾക്ക് കൊടുത്തു. അവളുടെ ഓർമ്മ കളഞ്ഞു, അതിൽ ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ഞങ്ങളെ സംബന്ധിച്ച് അവൾ ഓൾറെഡി മരിച്ചതാ. അതുകൊണ്ട് തന്നെ പറയാം, അവളിപ്പോ ജീവനോടെ ഉണ്ടെങ്കിൽ കൂടി ഞങ്ങൾക്ക് അവളെ അറിയില്ല, അവക്ക് ഞങ്ങളെയും. അതാ നല്ലത്. നിങ്ങൾ വാ, നമ്മളിവിടെ എൻജോയ് ചെയ്യാൻ വന്നതാ, അല്ലാണ്ട് സ്ട്രേഞ്ചേഴ്സിനോട് സംസാരിക്കാൻ വന്നതല്ല. എന്താ അതെ നിനക്ക് ഞങ്ങളോട് പറയാനുണ്ടെന്ന് പറഞ്ഞത്? അത് നമ്മളിനി 3 ദിവസം കഴിഞ്ഞാൽ തിരിച്ചു പോകുമല്ലോ. അതെ. സോ
ഞാനിവിടേക്ക് 2 പേരോട് കൂടി വരാൻ പറഞ്ഞിട്ടുണ്ട്. ആരോട്? ആ, രാഹുലും ഋതുവും. വാട്ട്? നിനക്കെന്താ ആദി, ഭ്രാന്താണോ? നമ്മൾ അവരുമായിട്ടുള്ള എല്ലാ കണക്ഷനും വേണ്ടെന്ന് വെച്ചതല്ലേ? ചേച്ചി, ആക്ച്വലി ഞാനാ ആദ്യേട്ടനോട് അവരിങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞേ. എന്തിന്? കഴിഞ്ഞതെല്ലാം കഴിഞ്ഞില്ല ചേച്ചി. മുമ്പ് നിങ്ങളൊക്കെ നല്ല കൂട്ടല്ലായിരുന്നു. ഋതുവേച്ചിനെ സംബന്ധിച്ച് ഒന്നും ഓർമ്മയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പഴയ പോലെ ആയിക്കൂടെ? നീ ഒരിക്കലും നന്നാവില്ല അല്ല നിധി? ആൻ, നിധി പറഞ്ഞതിലും കാര്യമില്ലേ? മനുഷ്യരാണ്, തെറ്റുകൾ സ്വാഭാവികം. ഞാൻ അവരെ ന്യായീകരിക്കുകയല്ല. പക്ഷേ എല്ലാം മറക്കാനും പൊറുക്കാനും എനിക്ക് ഓൾക്കും കഴിയും. അതുകൊണ്ട് തന്നെ നമുക്കെല്ലാം പഴയ പോലെ ആയിക്കൂടെ? നിങ്ങൾക്ക് എങ്ങനെയാ ഇത്ര പെട്ടെന്ന് എല്ലാം മറക്കാൻ പറ്റുന്നേ? ഞങ്ങൾക്ക് ഒരിക്കലും പറ്റില്ലാത്തൊന്നും. അറിയാം, അത്ര പെട്ടെന്നൊന്നും മറക്കാൻ പറ്റുന്ന കാര്യമല്ല അവർ ചെയ്തത്. ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി എന്ന് വെച്ച് മനസ്സിൽ ദേഷ്യം വെച്ച് നടന്നിട്ട് എന്താ കാര്യം? മുന്നേ കൂട്ടായി നടന്നവര് സ്ട്രേഞ്ചേഴ്സായി നടക്കുന്നതിലും ഭേദമല്ലേ? എല്ലാം മറന്ന് എല്ലാവരുമായി നല്ല നല്ല മൊമെന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നേ. നിധി പറഞ്ഞപ്പോൾ ഞാൻ ഇത്രേ ആലോചിച്ചുള്ളൂ. അവര് എപ്പോഴാ വരുന്നേ? എപ്പോ എത്തും? ദെൻ എല്ലാരും വാ, പുറത്തിരിക്കാം. കൺമുനകളിൽ കളമിടും കവിതയെന്നാളും നിൻ മിഴികൾ തൻ മധുഗണം നുകരവേ എന്നുയിരിനെ തഴുകുമാ കുളിരിളം തെന്നൽ വെൺമുകിലു പോലലസമായി പൊഴിയുമോ? അരികിൽ വന്നാരോ മൊഴിയുന്ന വാക്കുകൾ പതിയെ മെയ്യോരം ചേരുന്നിതാ. കൺമുനകളിൽ കളമിഴും കവിതയെന്നാളും നിൻ മിഴികൾ തൻ മധുഗണം നുകരവേ എന്നുലീനെ തഴുകുമാ കുളിരിളം തെന്നൽ വെൺമുകിലു പോലലസമായി പൊഴിയുമോ? തൂമഞ്ഞു തോരാതെ നെറുകിലുതീരവേ നിൻചൊടിലാലോലം പ്രണയം പുണരുമോ? നറുമലരീതളെന്നിൽ തൂകുന്നു തേൻകണം. തീരാമോഹങ്ങൾ അലമാലയായി നാം ഇനി ഓരോരോ കാലങ്ങളിൽ കാതോരമോതുന്നു രാഗാർദ്രമായി മൗനം വാചാലമായി നിൻ. നിധി, നിന്റെ പാട്ട് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, പക്ഷെ നീ പാടി കണ്ടിട്ടില്ല. ഇന്നൊരു രാത്രി കൂടിയല്ലേ നമ്മളിവിടെയുള്ളൂ. സോ താനൊരു പാട്ട് പാട്.